KSTയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അധ്യാപകർക്ക് കൈത്താങ് നൽകുന്നതിന് വേണ്ടി കേട്ടറ്റ് പരീക്ഷയ്ക്ക് അധ്യാപകരെ തയ്യാറാക്കുന്നതിന് വേണ്ടി തുടങ്ങിയ ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് സൈക്കോളജിയുടെ രണ്ടാം ഭാഗം ഇന്നലെ ഒരു സൈക്കോളജി ക്ലാസ് കഴിഞ്ഞു എന്നാണ് അറിയാൻ പറ്റിയത്. അതിന് രണ്ടാം ഭാഗം ഞാൻ ഇന്ന് 1.5 മണിക്കൂർ കൊണ്ട് പരമാവധി ഏരിയ കവർ ചെയ്തുകൊണ്ട് നമുക്ക് പരമാവധി കുറഞ്ഞ സമയമുള്ളൂ എന്നുള്ളതുകൊണ്ടും അതുപോലെ തന്നെ കുറഞ്ഞ ക്ലാസ്സുകളെ നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ എന്നുകൊണ്ടും പരമാവധി വസ്തുതകൾ പരീക്ഷാ ഓറിയന്റഡ് ആയി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യായിരിക്കും ഉചിതം. മൈക്ക് ഓണാക്കി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എക്കോ വരുന്നുണ്ട്, നമ്മുടെ ക്ലാസ് ഡിസ്റ്റർബ് ആവും. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും വന്നാൽ ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ അത് എനിക്ക് ക്ലിയർ ചെയ്യാൻ കഴിയും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 മാർക്കിന് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് 3 മാർക്ക് നമ്മുടെ കേട്ടറ്റ് 1-നും കേട്ടറ്റ് 2-നും കേട്ടറ്റ് 3-ക്കും 3 മാർക്ക് വരുന്ന ഒരു ഏരിയയാണ് ഇന്റലിജൻസ് അഥവാ ബുദ്ധി അഥവാ ഇന്റലിജൻസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ബോർഡ് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ നിങ്ങളുടെ സ്ക്രീൻ ഫുള്ളാക്കിയിട്ട് നിങ്ങളുടെ ഫുൾ ലാൻഡ്സ്കേപ്പിൽ സ്ക്രീൻ പിടിച്ചു കഴിഞ്ഞാൽ എഴുതുന്നതും വലുതായി നിങ്ങൾക്ക് കാണാം. പിന്നെ നിങ്ങളുടെ സ്ക്രീൻ എത്രയും നിങ്ങൾക്ക് വലുതാക്കാം. അതുകൊണ്ട് എവിടെയെങ്കിലും എഴുത്ത് നിങ്ങൾക്ക് കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ മാക്സിമൈസ് ചെയ്യാനുള്ള സംവിധാനം നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് ബുദ്ധിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ടും കേട്ടറ്റിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഏകദേശം ഒരു തിയററ്റിക്കൽ പാർട്ടുമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോ എന്താണ് ബുദ്ധി? വാട്ട് ഈസ് ഇന്റലിജൻസ്? ബുദ്ധി എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ ചേർന്നതാണ് ബുദ്ധി. ഒന്ന്, യുക്തിപൂർവം ചിന്തിക്കുക, തിങ്ക് റാഷണലി. യുക്തിപൂർവം ചിന്തിക്കുക, ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുക, പുതിയ സാഹചര്യങ്ങളുമായി ഇണങ്ങിപ്പോവുക. ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ സമ്മിശ്രമാണ് ഇന്റലിജൻസ്. ബുദ്ധി എന്ന് ഒന്നുകൂടി പറയാം. യുക്തിപൂർവം ചിന്തിക്കാനും ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കാനും പുതിയ സാഹചര്യങ്ങളുമായി ഇണങ്ങിപ്പോകാനുമുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെയാണ് ബുദ്ധി എന്ന് പറയാം. 3 കാര്യങ്ങളാണ്: തിങ്ക് റാഷണലി, ആക്ട് പേർപ്പസ്ഫുള്ളി, അഡാപ്റ്റ് ടു എൻവയൺമെന്റ്. ഇതാണ് ബുദ്ധി. ബുദ്ധിക്ക് ആദ്യമായി ഒരു നിർവചനം കൊടുത്ത ആളുടെ പേരാണ് ഡേവിഡ് വെഷ്ലർ. ബുദ്ധിക്ക് ആദ്യമായി ഡെഫിനിഷൻ കൊടുത്ത ആളുടെ പേര് നമുക്ക് ഒബ്ജക്റ്റീവ് ആയതുകൊണ്ട് ആ രീതിയിൽ തന്നെ നമ്മൾ പഠിച്ചു പോണം. ഡേവിഡ് വെഷ്ലർ എന്നാണ് അദ്ദേഹത്തിന്റെ. ഇന്റലിജൻസിന് ആദ്യമായി ഒരു ഡെഫിനിഷൻ കൊടുത്ത ആളുടെ പേര് ഡേവിഡ് വെഷ്ലർ. അദ്ദേഹമാണ് ഈ നിർവചനം കൊടുത്തിട്ടുള്ളത്. യുക്തിപൂർവം ചിന്തിക്കുന്നതിനും ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്നതിനും പരിസ്ഥിതിയുമായി സമായോജനം, അതാണ് അഡാപ്റ്റേഷൻ, ഇണങ്ങിപ്പോവുക, സമായോജനം ചെയ്യുന്നതിനുള്ള ക്ഷമതയാണ് ബുദ്ധി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിയുടെ ഡെഫിനിഷൻ നൽകിയ ആളുടെ പേരാണ് ഡേവിഡ് വെഷ്ലർ. അത്രേ ബുദ്ധി എന്താണെന്ന് അത്ര മനസ്സിലാക്കിയാൽ മതി. ഇനി പരീക്ഷയ്ക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ബുദ്ധി സിദ്ധാന്തങ്ങളാണ്. തിയറീസ് ഓഫ് ഇന്റലിജൻസ്, തിയറികളാണ്. ആ തിയറികൾ എന്താണെന്നും അതിന്റെ ഉപജ്ഞാതാക്കൾ ആരാണെന്നും നമ്മൾ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. അത്യാവശ്യമുള്ളത് ഞാൻ ഓരോന്ന് പറയുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് 2012 മുതൽ 2025 വരെ, ഇത് കാറ്റഗറി 1-ന്റെ ക്ലാസ് ആയതുകൊണ്ട് കാറ്റഗറി 1-ൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും കൂടെ ഞാൻ നിങ്ങളോട് പറയും. ഓരോ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങൾ.
അപ്പോ ബുദ്ധി സിദ്ധാന്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തത് ഏക ഘടക സിദ്ധാന്തം. ഏക ഘടക സിദ്ധാന്തം, ഏക ഘടക സിദ്ധാന്തം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അതിന് യൂണി ഫാക്ടർ തിയറി. യൂണി ഫാക്ടർ തിയറി എന്നാണ് പറയുന്നത്. ഏക ഘടക സിദ്ധാന്തം അല്ലെങ്കിൽ യൂണി ഫാക്ടർ തിയറി. ഇതിന്റെ ഉപജ്ഞാതാവ് ആൽഫ്രഡ് ബീനെയാണ്. ആൽഫ്രഡ് ബീനെ ഫ്രാൻസുകാരനായ മനഃശാസ്ത്രജ്ഞനാണ്. ബുദ്ധി, ഐക്യു, ഇങ്ങനെയൊക്കെയുള്ള കുറെ സംഗതികൾ നമ്മൾ വിശദമായി പിന്നീട് പറയും. അപ്പോ ബുദ്ധിക്ക് ഒരൊറ്റ ഘടകം മാത്രമേ ഉള്ളൂ. എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു ഘടകമാണ്, ബുദ്ധിയുടെ ഈ ഒരു ഒറ്റ ഘടകമാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് എന്ന പഴയ തിയറിയാണ്. അതൊക്കെ ഔട്ടായി പോയി. എന്നാലും ചിലപ്പോൾ അതിന്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. ഏക ഘടക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആൽഫ്രഡ് ബീനെ. ബുദ്ധി എന്നത് ഒരൊറ്റ ഘടകമാണ്, എല്ലാ കാര്യങ്ങൾക്കും ഒരേ ഘടകമാണ്, ബുദ്ധിയുടെ ഒരേ ഘടകമാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ഏക ഘടക സിദ്ധാന്തം. അതത്ര മതി. രണ്ടാമത്തത് ദ്വിഘടക സിദ്ധാന്തം. ദ്വിഘടക സിദ്ധാന്തം അല്ലെങ്കിൽ ടു ഫാക്ടർ തിയറി. ടു ഫാക്ടർ തിയറി, ദ്വിഘടക സിദ്ധാന്തം, ടു ഫാക്ടർ തിയറി. അതിന്റെ ഉപജ്ഞാതാവ് സ്പിയർമാൻ. ഏറ്റവും കൂടുതൽ കാറ്റഗറിയിൽ ചോദിച്ച ചോദ്യം ഇദ്ദേഹത്തിന്റെ തിയറിയുമായി ബന്ധപ്പെട്ട 5-6 ചോദ്യങ്ങൾ കേട്ടറ്റില് സ്പിയർമാന്റെ തിയറിയുമായി ഇതുവരെ വന്നിട്ടുണ്ട്. അപ്പോ സ്പിയർമാന്റെ ബുദ്ധിയുടെ ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഏറ്റവും മിനിമം പോയിന്റ് മാത്രമേ ഞാൻ പറയുള്ളൂ, അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. ബുദ്ധിക്ക് 2 ഘടകങ്ങളുണ്ട്. ഒന്ന് ജി ഫാക്ടർ, ജി മീൻസ് ജനറൽ. ബുദ്ധിക്ക് 2 ഘടകങ്ങളുണ്ട്. ഒന്ന് ജനറൽ ജി, മറ്റൊന്ന് എസ് സ്പെസിഫിക്. 2 ഘടകങ്ങൾ, ഒന്ന് ജി ഫാക്ടർ, മറ്റൊന്ന് എസ് ഫാക്ടർ. 2 ഘടകങ്ങളാണ് ബുദ്ധിക്കുള്ളത്. ഒന്ന് ജി ഫാക്ടർ, മറ്റൊന്ന് എസ് ഫാക്ടർ. ജി ഫാക്ടർ എന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധി, അല്ലെങ്കിൽ ജനറൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായി ലഭിക്കുന്ന ബുദ്ധി. അത്രയും മനസ്സിലായി. ജനറൽ മീൻസ് പാരമ്പര്യം. പാരമ്പര്യമായി ലഭിക്കുന്ന ബുദ്ധിക്കാണ് ജി ഫാക്ടർ എന്ന് പറയാം. എന്നാൽ പരിശീലനത്തിലൂടെ നേടുന്ന ബുദ്ധിക്കാണ് സവിശേഷ ബുദ്ധി അല്ലെങ്കിൽ സ്പെസിഫിക് ഫാക്ടർ. ഇത് പരിശീലനമാണ്, ട്രെയിനിങ്ങിലൂടെ കിട്ടുന്ന ബുദ്ധിയാണ്. അപ്പോ സ്പിയർമാൻ ദ്വിഘടക സിദ്ധാന്തത്തിൽ പറയുന്നത് ബുദ്ധിക്ക് 2 തലങ്ങളുണ്ട്. ഒന്നാമത്തെ തലം ജനറൽ ഫാക്ടർ. ജനറൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധി, പാരമ്പര്യമായി ലഭിക്കുന്ന ബുദ്ധി. രണ്ടാമത്തത് എസ് ഫാക്ടർ, സവിശേഷ ബുദ്ധി അല്ലെങ്കിൽ പരിശീലനത്തിലൂടെ ലഭിക്കുന്ന ബുദ്ധി. ഇങ്ങനെ 2 ഘടകങ്ങളാണ് ബുദ്ധിക്കുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും നമുക്ക് അത് മനസ്സിലാക്കേണ്ടിയുള്ളൂ. അതിന്റെ ആളെ പേരും ഈ 2 ഘടകങ്ങളെ മനസ്സിലാക്കേണ്ടുള്ളൂ. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ പറയാം. 2013 സെപ്റ്റംബറിൽ കേട്ടറ്റ് 1 ചോദിച്ച ചോദ്യമാണിത്. ബുദ്ധിയുമായി ബന്ധപ്പെടുത്തി ചാൾസ് സ്പിയർമാന്റെ ദ്വിഘടക സിദ്ധാന്തത്തിലെ 2 ഘടകങ്ങൾ ഏതെല്ലാം? ബുദ്ധിയുമായി ബന്ധപ്പെടുത്തി ചാൾസ് സ്പിയർമാന്റെ ദ്വിഘടക സിദ്ധാന്തത്തിലെ 2 ഘടകങ്ങൾ നമ്മൾ പറഞ്ഞു തന്നെയാണ്, നിങ്ങൾ എഴുതൊന്നും വേണ്ട. ഞാൻ ആ ചോദ്യം വന്ന രൂപം പറയാണ്. ജി ഘടകവും എസ് ഘടകവും, പ്രാഥമിക ഘടകം, ദ്വിതീയ ഘടകം, എ ഘടകം, ബി ഘടകം, ദ്രവീകൃത ഘടകം, ക്രിസ്റ്റലൈസ്ഡ് ഘടകം. അതില് ഓപ്ഷനാണ് ഞാൻ പറഞ്ഞത്. ഓപ്ഷൻ ആൻസർ ജി ഘടകവും എസ് ഘടകവും. നവംബർ 2016 ചോദിച്ചൊരു ചോദ്യം. ഇതിന്റെ ഉത്തരം നിങ്ങൾ ആരെങ്കിലും ടൈപ്പ് ചെയ്യണേ. ചോദ്യം ഞാൻ പറയാം. സ്പിയർമാന്റെ അഭിപ്രായത്തിൽ ഒരു കുട്ടി ഗണിതത്തിൽ നന്നായി ശോഭിക്കുവാൻ കാരണം അവന്റെ അല്ലെങ്കിൽ അവളുടെ ബുദ്ധിശക്തിയുടെ ഏതൊക്കെ ഘടകങ്ങൾ മൂലമാണ്? ഓപ്ഷൻ എ ജി ഘടകം മാത്രം, ഓപ്ഷൻ ബി എസ് ഘടകം മാത്രം, ഓപ്ഷൻ സി സാമാന്യ ഘടകവും വിശിഷ്ട ഘടകവും ചേർന്നത്, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഏത് ആൻസർ ടൈപ്പ് ചെയ്തിട്ടാ മതി. ഓപ്ഷൻ സി ആണ്. സാമാന്യ ഘടകവും വിശിഷ്ട ഘടകവും ചേർന്നത്. ഇത് 2ഉം വേണം. കാരണം എന്താണ്? ഗണിതത്തിൽ പാരമ്പര്യമായി കിട്ടുന്ന ബുദ്ധി വേണം, അതോടൊപ്പം പരിശീലനത്തിലൂടെ കിട്ടുന്ന ബുദ്ധി വേണം. അപ്പം ഗണിതത്തിൽ 2 ബുദ്ധിയും വേണം. ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഇദ്ദേഹത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ടു. അധികവും ഇതിന്റെ ഉപജ്ഞാതാവ് ആരെന്നുള്ള ചോദ്യമാണ് വന്നത്. ആവർത്തന ചോദ്യങ്ങൾ ഞാൻ ഒഴിവാക്കിയതാണ്.
ഇനി മൂന്നാമത്തെ ബുദ്ധി സിദ്ധാന്തം മൾട്ടി ഫാക്ടർ തിയറി, ബഹുഘടക സിദ്ധാന്തം. ബഹുഘടക സിദ്ധാന്തം അല്ലെങ്കിൽ മൾട്ടി ഫാക്ടർ തിയറി. അതിന്റെ ഉപജ്ഞാതാവ് തൊണ്ടൈക്ക്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തൊണ്ടൈക്ക്, പഠനവുമായി ബന്ധപ്പെട്ട്. തൊണ്ടൈക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ടത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, ശ്രമപരാജയ പഠനം. പൂച്ചയിൽ പരീക്ഷണം നടത്തിയ ബിഹേവിയറിസ്റ്റ്, വ്യവഹാരവാദി, പൂച്ചയിൽ പരീക്ഷണം നടത്തിയ ആള്, അദ്ദേഹമാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. തൊണ്ടൈക്കിന്റെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. അപ്പോ ഇദ്ദേഹം, അത് ബാക്കിയൊക്കെ ലേണിംഗ് നിങ്ങൾ പഠിച്ചതായിരിക്കും. ഈ ബുദ്ധി സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ബഹുഘടക സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നത് അനേകം സ്വതന്ത്ര കഴിവുകളുടെ കൂട്ടമാണ്. ഒരു ജി ഫാക്ടറോ എസ് ഫാക്ടറോ മാത്രമല്ല. ബുദ്ധി എന്ന് പറയുന്നത് നിരവധി സ്വതന്ത്ര കഴിവുകളുടെ കൂട്ടമാണ് എന്നുള്ളതാണ് ബഹുഘടക. അതൊന്നും നമ്മൾ പഠിച്ചു വെക്കണ്ട, അതിന്റെ ആളെ പേര് മാത്രം പഠിച്ചാൽ മതി. നാലാമത്തത് സംഘഘടക സിദ്ധാന്തം. സംഘഘടക സിദ്ധാന്തം, ഗ്രൂപ്പ് ഫാക്ടർ തിയറി. ഗ്രൂപ്പ് ഫാക്ടർ തിയറി, സംഘങ്ങൾ. അതിന്റെ ഉപജ്ഞാതാവ് തേഴ്സ്റ്റൺ ആണ്. തേഴ്സ്റ്റൺ. സംഘഘടക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് തേഴ്സ്റ്റൺ ആണ്. ഇത് ജസ്റ്റ് ഒരു പോയിന്റ് നോട്ട് ചെയ്താൽ മതി. 7 പ്രാഥമിക മാനസിക ശേഷികളുടെ കൂട്ടമാണ് ബുദ്ധി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 7 പ്രാഥമിക മാനസിക ശേഷികളുടെ കൂട്ടം. ചിലപ്പോൾ അങ്ങനെ ചോദിക്കും, ബുദ്ധി എന്നത് 7 പ്രാഥമിക മാനസിക ശേഷികളുടെ കൂട്ടമാണ് എന്ന് പറഞ്ഞതാരെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അത് ഏത് സിദ്ധാന്തത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ചോദിക്കാം. അപ്പോ അത് നോട്ട് ചെയ്യാം. അത് വാചിക ശേഷി, സംഖ്യാശേഷി, ഓർമ്മശക്തി തുടങ്ങിയ പല പല ശേഷികളുണ്ട്. നമുക്ക് അത്ര ഡീറ്റെയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അടുത്തത് ത്രിമുഖ സിദ്ധാന്തം. ത്രിമുഖ സിദ്ധാന്തം അഞ്ചാമത്തത് ത്രിമുഖ സിദ്ധാന്തം. അത് വേറെ പേരും കൂടി ഉണ്ട്, ബുദ്ധിഘടനാ സിദ്ധാന്തം. ബുദ്ധിഘടനാ സിദ്ധാന്തം, ബുദ്ധിഘടന, സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട്, 3D മോഡൽ എന്ന് പറയും. സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് എന്ന് പറയും, 3D മോഡൽ തിയറി എന്ന് പറയും. ബുദ്ധിഘടന സിദ്ധാന്തം എന്ന് പറയും, ത്രിമുഖ സിദ്ധാന്തം എന്ന് പറയും, 3D മോഡൽ ഓർ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട്. ഇതിന്റെ ഉപജ്ഞാതാവ് ഗിൽഫോർഡ്. ഉപജ്ഞാതാക്കളെയും പേരും നമ്മൾ പഠിച്ചു വെക്കുക. ഗിൽഫോർഡ് ആണ് ഇതിന്റെ ഉപജ്ഞാതാവ്, JP ഗിൽഫോർഡ്. ഇദ്ദേഹം ബുദ്ധിയെ 3 തലങ്ങളിലായിട്ടാണ് പറയുന്നത്. ഒന്ന് കോണ്ടന്റ്, ഉള്ളടക്കം. ഒന്ന് കോണ്ടന്റ് അല്ലെങ്കിൽ ഉള്ളടക്കം. രണ്ടാമത്തത് ഓപ്പറേഷൻ, പ്രവർത്തനം. മറ്റൊന്ന് പ്രോഡക്റ്റ്, ഉൽപ്പന്നം. ഈ 3ഉം ചേർന്നതാണ് ബുദ്ധി എന്നാണ് ഗിൽഫോർഡിന്റെ ത്രിമുഖ സിദ്ധാന്തം അല്ലെങ്കിൽ ബുദ്ധിഘടനാ സിദ്ധാന്തം അല്ലെങ്കിൽ 3D മോഡൽ ഓഫ് ഇന്റലക്ച്വൽ തിയറി എന്നറിയപ്പെടുന്നത്. കോണ്ടന്റ്, ഓപ്പറേഷൻ, ആ പേര് മാത്രം നോട്ട് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഞാൻ പറയാം. 2020 ഡിസംബറിൽ വന്ന ചോദ്യമാണ്. ഗിൽഫോർഡിന്റെ ബുദ്ധിഘടനാ മാതൃകയുടെ ശരിയായ അടിസ്ഥാന ഘടകങ്ങൾ ഏതെല്ലാം? ആൻസർ: ഉള്ളടക്കം, പ്രവർത്തനം അല്ലെങ്കിൽ പ്രക്രിയ, ഉൽപ്പന്നം. ഈ മലയാളത്തിൽ തരുമ്പോൾ, സൈഡിൽ ഇംഗ്ലീഷിലോട് വലിയ കുഴപ്പമില്ല, മലയാളത്തിൽ തരുമ്പോൾ പല പല പേരുകളായിരിക്കും. ഞാൻ പറഞ്ഞ പേരെന്നായിരിക്കും. പ്രവർത്തനം എന്നതിന് പകരം പ്രക്രിയ എന്ന് വരാം, മനോവ്യാപാരം എന്ന് വരാം. അതൊക്കെ പ്രവർത്തനം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില മലയാളം ടേംസിന് ഇംഗ്ലീഷാണ് നമ്മൾ ഏറ്റവും എളുപ്പം. ഇംഗ്ലീഷും മലയാളം നമ്മൾ പഠിച്ചു വെക്കണം, എന്നാലും നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. കോണ്ടന്റ്, ഓപ്പറേഷൻ, പ്രോഡക്റ്റ്. മറ്റൊന്ന് വേറെ ക്വസ്റ്റ്യൻ 2024 നവംബറിൽ ചോദിച്ച ചോദ്യമാണ്. ഗിൽഫോർഡ് നിർദ്ദേശിച്ച ബുദ്ധിയുടെ ത്രിമാന മാതൃകയുമായി വേറിട്ട് നിൽക്കുന്നത് ഏത്? ഗിൽഫോർഡ് നിർദ്ദേശിച്ച ബുദ്ധിയുടെ ത്രിമാന മാതൃക, അതാണ് 3D. എ വിഭാഗം, ബി ഏകകം, സി മൂല്യനിർണയം, ഡി ബന്ധങ്ങൾ. ഇത് കുറച്ചും കൂടെ
കുറച്ചും കൂടെ എന്താ പറയാ വേറിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിൽ ഏതാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതെന്നാണ്. അദ്ദേഹത്തിന്റെ ഇതിൽ അല്ലാത്തത് അദ്ദേഹത്തിൻ്റെത് ഒന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി മൂന്നും അതുമായി ബന്ധപ്പെട്ടതല്ല. ഒന്നുകൂടി പറയാം, ഗിൽഫോർഡ് നിർദ്ദേശിച്ച ബുദ്ധിയുടെ 3D മാതൃകയുമായി ബന്ധപ്പെട്ട് വേറിട്ട് നിൽക്കുന്നത് എ വിഭാഗം, ബി യൂണിറ്റ് ഏകകം, സി മൂല്യനിർണയം, ഡി ബന്ധങ്ങൾ. ആൻസർ വരിക ടൈപ്പ് ചെയ്താൽ മതി. ആർക്കെങ്കിലും പറയാൻ ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? ആൻസർ മൂല്യനിർണയമാണ്. കാരണം മൂല്യനിർണയം എന്ന് പറയുന്നത് ഒരു ഓപ്പറേഷനാണ്, ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് അതിൽ മൂല്യനിർണയമാണ് ആൻസർ. അതിൽ വേറിട്ട് നിൽക്കുന്ന മൂല്യനിർണയം. ഇനി മറ്റൊന്ന് 2024 ചോദിച്ചാണ്. അത് നേരിട്ട് ആരാണ് ഉപജ്ഞാതാവ് എന്നാണ്. ഇപ്പൊ പല പ്രാവശ്യം നേരിട്ട് ചോദിച്ചത് ഈ ഇതിന്റെ ഉപജ്ഞാതാവ് എന്നാണ്. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല. ഇനി അടുത്തത് ബുദ്ധിയുടെ ത്രിതല സിദ്ധാന്തം അല്ലെങ്കിൽ ട്രയാർക്കിക് തിയറി. ഇംഗ്ലീഷിൽ എഴുതി വെക്കണം. ട്രയാർക്കിക് തിയറി തന്നെ ചിലപ്പോൾ ചോദിക്കും, നേരെ ഇങ്ങനെ തന്നെ ചോദിക്കും. ട്രയാർക്കിക് തിയറി അല്ലെങ്കിൽ ത്രിതല സിദ്ധാന്തം, ഇതിന്റെ ഉപജ്ഞാതാവ് സ്റ്റേൺബർഗ് ആണ്. സ്റ്റേൺബർഗ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റൽ പരീക്ഷക്കൊക്കെ ഉപജ്ഞാതാക്കളൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൂ. വളരെ ഡെപ്തിലേക്കൊന്നും വരാൻ സാധ്യതയില്ല. സാധാരണ ടെറ്റില്, ജനറൽ ടെറ്റില് ഡെപ്തിൽ തന്നെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ത്രിതല സിദ്ധാന്തം അല്ലെങ്കിൽ ട്രയാർക്കിക് തിയറി ഓഫ് ഇന്റലിജൻസ് അത് എന്താണ്? മൈക്ക് ഓണാക്കിയിട്ട് എന്തോ പറയുന്നു വീട്ടിലെ കാര്യങ്ങൾ. ത്രിതല സിദ്ധാന്തം അല്ലെങ്കിൽ ട്രയാർക്കിക് തിയറി അത് ആവിഷ്കരിച്ചത് റോബർട്ട് സ്റ്റേൺബർഗ്. ഇതിന് മൂന്ന് തരങ്ങളാണുള്ളത്. ജസ്റ്റ് അതിന്റെ പേര് മാത്രം പഠിച്ചാൽ മതി. ഒന്ന് വിശകലന ബുദ്ധി അല്ലെങ്കിൽ അനലിറ്റിക്കൽ ഇന്റലിജൻസ്. അനു മൈക്ക് ഓഫ് ചെയ്യൂ പ്ലീസ്. രണ്ടാമത്തത് സർഗാത്മക ബുദ്ധി. ക്രിയേറ്റീവ് ഇന്റലിജൻസ്. മൂന്നാമത്തത് പ്രായോഗിക ബുദ്ധി, പ്രാക്ടിക്കൽ ഇന്റലിജൻസ്. ക്ലാസ്സിൽ ഇരിക്കുന്നവർ മൈക്കും വീഡിയോയും ഓഫ് ചെയ്യൂ പ്ലീസ്. മൂന്നാമത്തത് കേട്ടില്ല. അത് ചില ആൾക്കാര് മൈക്ക് ഓൺ ആക്കുന്നോണ്ടാണ്. അത് ഒന്നുകൂടി ഞാൻ പറയാം. ട്രയാർക്കിക് സിദ്ധാന്തം, സ്റ്റേൺബർഗ് മുന്നോട്ട് വെച്ച ട്രയാർക്കിക് സിദ്ധാന്തത്തിൽ 3 ഘടകങ്ങളാണ്. ഒന്ന് വിശകലന ബുദ്ധി, അനലിറ്റിക്കൽ ഇന്റലിജൻസ്. രണ്ടാമത് സർഗാത്മക ബുദ്ധി, ക്രിയേറ്റീവ് ഇന്റലിജൻസ്. മൂന്നാമത് പ്രായോഗിക ബുദ്ധി അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഇന്റലിജൻസ്. ഈ 3 ചേർന്നതിനെയാണ് നമ്മൾ ട്രയാർക്കിക് തിയറി ഓഫ് ഇന്റലിജൻസ്, സ്റ്റേൺബർഗിന്റെ ട്രയാർക്കിക് തിയറി ഓഫ് ഇന്റലിജൻസ്. ഇനി അടുത്തത് ഫ്ലൂയിഡ് ആൻഡ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ്. ഫ്ലൂയിഡ് ആൻഡ് ക്രിസ്റ്റലൈസ്ഡ്. ഫ്ലൂയിഡ് ആൻഡ് ക്രിസ്റ്റലൈസ്ഡ്, ദ്രവീകൃത പരൽ രൂപ സിദ്ധാന്തം എന്നാണ് അതിന്റെ മലയാളം. ദ്രവീകൃത പരൽ രൂപ സിദ്ധാന്തം, ഫ്ലൂയിഡ് ആൻഡ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ്. അത് ആവിഷ്കരിച്ചത് റെയ്മണ്ട് കാറ്റൽ ആണ്. അത് ആവിഷ്കരിച്ചത് റെയ്മണ്ട് കാറ്റൽ. ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ജന്മസിദ്ധമായ കഴിവ്, അതാണ് ഫ്ലൂയിഡ്. നമ്മൾ നേരത്തെ ജി ഫാക്ടർ എസ് ഫാക്ടർ ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ജന്മസിദ്ധമായ കഴിവ്. ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ അറിവിലൂടെയും അനുഭവത്തിലൂടെയും ആർജിച്ചെടുക്കുന്ന കഴിവ്. അത്രേ ഉള്ളൂ. ചോദ്യത്തിനേ വരുള്ളൂ. ബുദ്ധിയെ ഫ്ലൂയിഡ് ഇന്റലിജൻസ്, ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്ന് തരംതിരിച്ച മനഃശാസ്ത്രജ്ഞന്റെ പേരെന്ത് എന്നേ നമുക്ക് ചോദിക്കുള്ളൂ. എന്നാലും എന്താണ് ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. ജന്മസിദ്ധമായ കഴിവ്. ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ അറിവിലൂടെയും അനുഭവത്തിലൂടെയും ആർജിച്ചെടുത്ത കഴിവ്. അടുത്തത് സാമ്പിളിംഗ് തിയറി ഓഫ് ഇന്റലിജൻസ്. സാമ്പിളിംഗ് തിയറി ഓഫ് ഇന്റലിജൻസ്. അതിന്റെ ആളെ പേര് മാത്രം പഠിച്ചാൽ മതി. G.H. തോംസൺ.
G.H. തോംസൺ, സാമ്പിളിംഗ് തിയറി. അടുത്തത് ഹൈറാർക്കിയൽ തിയറി. ഹൈറാർക്കിയൽ തിയറി, ഹൈറാർക്കിയൽ തിയറി. തിയറിന്റെ ആളുടെ പേരൊന്നുകൂടെ പറയോ? G.H. തോംസൺ, G.H. തോംസൺ. അടുത്ത ഹൈറാർക്കിയൽ തിയറി, അത് രണ്ടാളുകളാണ്. സിറിൽ ബർട്ട്, സിറിൽ ബർട്ട്, ബർട്ട്, സിറിൽ ബർട്ട്. വേറൊരാള് വെർണോൺ, വെർണോൺ. ഇത് നമ്മൾ ശ്രേണി സിദ്ധാന്തം എന്ന് പറയും. ഹൈറാർക്കിയൽ തിയറിയെ ശ്രേണി സിദ്ധാന്തം എന്ന് പറയും. ഇതിനൊരു പിരമിഡ് പോലെ, ബുദ്ധിശക്തിയെ ഒരു പിരമിഡ് പോലെ തരംതിരിച്ച സിദ്ധാന്തമാണ് ഹൈറാർക്കിയൽ തിയറി. ബുദ്ധിശക്തിയെ ഒരു പിരമിഡ് പോലെ തരംതിരിച്ച തിയറിയാണ്. ഇതാണ് പ്രധാനപ്പെട്ട ബുദ്ധി സിദ്ധാന്തങ്ങൾ. ഇനി നമ്മൾ കേട്ടറ്റിന് ഉറപ്പായിട്ടും വരുന്ന ഒരു ഏരിയയാണ് ബഹുമുഖ ബുദ്ധി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. ഒരു ചോദ്യം ഇതിൽ നിന്ന് നമുക്ക് ഉറപ്പായിട്ടും ചോദിക്കും, നോ ഡൗട്ട്. മൾട്ടിപ്പിൾ ഇന്റലിജൻസിന്റെ ഉപജ്ഞാതാവ് ഹവാർഡ് ഗാർഡിനർ. ഗാർഡിനർ, ഹവാർഡ് ഗാർഡിനർ ആണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് അല്ലെങ്കിൽ ബഹുമുഖ ബുദ്ധിയുടെ ഉപജ്ഞാതാവ്. അദ്ദേഹം 1983 ഒരു പുസ്തകം എഴുതുകയും ആ പുസ്തകത്തിലൂടെയാണ് ആദ്യമായി ബഹുമുഖ ബുദ്ധി എന്ന ആശയം കൊണ്ടുവന്നത്. ആ പുസ്തകത്തിന്റെ പേര് നിർബന്ധമായി പഠിച്ചു വെക്കണം. ആ പുസ്തകത്തിന്റെ പേര് ഫ്രെയിംസ് ഓഫ് മൈൻഡ്, ദ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. ഫ്രെയിംസ് ഓഫ് മൈൻഡ്, the theory of multiple intelligence. Theory of multiple intelligence. Frames of mind എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അതിൽ തന്നെ ആഡ് ചെയ്യുന്നതാണ് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. 1983 ഈ പുസ്തകത്തിലൂടെയാണ് ബഹുമുഖ സിദ്ധാന്തം അഥവാ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന ആശയം ഹവാർഡ് ഗാർഡിനർ മുന്നോട്ട് വെക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ ക്ലാസ് റൂമിലൊക്കെ ചില കുട്ടികൾ ചില വിഷയങ്ങളിൽ ചില കാര്യങ്ങളിൽ വളരെ മുന്നിലും ചില കാര്യങ്ങളിൽ വളരെ പിന്നിലുമായിരിക്കും. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ബഹുമുഖ ബുദ്ധിയാണ്. അപ്പൊ ബഹുമുഖ ബുദ്ധിയിൽ അദ്ദേഹം ആദ്യം 7 തരം ബുദ്ധികളാണ് അവതരിപ്പിച്ചത്. 7 തരം ബുദ്ധികളാണ്. പിന്നീട് 1998 നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്, അതല്ലെങ്കിൽ പ്രകൃതിപരമായ ബുദ്ധി എന്നത് ആഡ് ചെയ്യുകയും അങ്ങനെ 8 ബുദ്ധികളാണ് ഇപ്പൊ നിലവിലുള്ളത്. അതിന് പുറമെ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ്, അസ്തിത്വപരമായ ബുദ്ധി അതുകൂടെ ആഡ് ചെയ്തിരുന്നെങ്കിലും അത് പിന്നീട് ഒഴിവാക്കുകയാണ് ഉണ്ടായത്. അപ്പൊ നിലവിലിപ്പോ 8 തരം മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആണ് ഉള്ളത്. 8 തരം ബുദ്ധികൾ. ഇനി ഓരോ ബുദ്ധിയും നമ്മൾ വിശദമായി പഠിക്കണം. ഒന്നാമത്തെ ബുദ്ധി, ഒന്ന് ഈ മൾട്ടിപ്പിൾ ഇന്റലിജൻസിലെ ബുദ്ധികളൊക്കെ നമുക്ക് എന്തായാലും പരീക്ഷയ്ക്ക് ഒരു ആപ്ലിക്കേഷൻ ലെവലാണ് ചെയ്യുന്നത്. ഒന്ന് വെർബൽ ലിംഗ്വിസ്റ്റിക്. വെർബൽ ലിംഗ്വിസ്റ്റിക്. മൈക്ക് ഓഫ് ചെയ്യൂ പ്ലീസ്. ആരൊക്കെയോ മൈക്ക് ഓൺ ആക്കി. സ്റ്റഡി എന്ന് പറഞ്ഞ ആള് മൈക്കോ മ്യൂട്ട് ചെയ്യൂ. സ്റ്റഡി. ഓക്കെ. വെർബൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്, വാചിക ഭാഷാപരമായ ബുദ്ധി. ഇതില് ക്ലാസ്സിൽ കയറിയിട്ട് വേറെന്തോ ഏർപ്പാട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളുടെ ആളുകൾ എന്തിനാ ക്ലാസ് കയറുന്നത്? വാചിക ഭാഷാപരമായ ബുദ്ധി, വെർബൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഭാഷ നന്നായി ഉപയോഗിക്കാനുള്ള കഴിവാണ്. വേർഡിൽ ഉള്ളതുകൊണ്ട് അതൊന്നും അധികം ചോദ്യങ്ങൾ വരൂല. ഞാൻ ചില കാര്യങ്ങൾ പറയാം. ഒരു കവിയിലുള്ള ബുദ്ധി അത് ഭാഷാപരമായ ബുദ്ധിയാണ്. നല്ലൊരു എഴുത്തുകാരനിലുള്ള ബുദ്ധി ഭാഷാപരമായ ബുദ്ധിയാണ്. പ്രസംഗകരിൽ റൈറ്റേഴ്സ് അവരിലുള്ള ബുദ്ധി അത്
ഭാഷാപരമായ ബുദ്ധിയാണ്. നല്ല വക്കീലിൽ അഭിഭാഷകരിൽ കാണുന്ന ബുദ്ധി, നല്ല അധ്യാപകരിൽ കാണുന്ന ബുദ്ധി, നല്ല മാധ്യമ പ്രവർത്തകരിൽ ആങ്കേഴ്സിൽ കാണുന്ന ബുദ്ധി. അപ്പൊ നല്ല നല്ല കവിത എഴുതാൻ കഴിയാന്ന് പറഞ്ഞാൽ അത് ഭാഷാപരമായ ബുദ്ധി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. നല്ല എഴുത്തുകാരനാവണമെങ്കിൽ അത് വേണം. നല്ല സംസാരം, നല്ല പ്രസംഗം നടത്തണമെങ്കിൽ ഭാഷാപരമായ ബുദ്ധി വേണം. നല്ല അഭിഭാഷകനാണെങ്കിൽ, ലോയർ ആവണമെങ്കിൽ അത് വേണം. മികച്ച അധ്യാപകരാണെങ്കിൽ നല്ല ഭാഷാപരമായ ബുദ്ധി വേണം. നല്ല മാധ്യമ പ്രവർത്തകൻ, ആങ്കേഴ്സ് ഒക്കെ ആവണമെങ്കിൽ ഭാഷാപരമായ ബുദ്ധി വേണം. ഇനി നമ്മൾ ക്ലാസ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു കുട്ടി നന്നായി ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നു, അങ്ങനെയുണ്ടല്ലോ. ഒരു കുട്ടി സെമിനാറിൽ നന്നായി സംസാരിക്കുന്നു. ആ കുട്ടിയിൽ നന്നായി സംസാരിക്കുന്നു പറഞ്ഞാൽ പിന്നെ ആലോചിക്കാനല്ല, വാചിക ഭാഷാപരമായ ബുദ്ധിയാണ്. ഇനി രണ്ടാമത്തെ ബുദ്ധി. അപ്പൊ നമ്മളോട് ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും വരിക. ഇത് ഈ ഒരു മേഖലയിൽ നിന്ന് അങ്ങനെ ചിലപ്പോൾ വന്നോളില്ല, കാരണം ഇത് പേര് കേട്ടാൽ തന്നെ നമുക്ക് അറിയുന്നുണ്ട്. ആ വരുന്ന 2-3 മേഖല നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. രണ്ടാമത്തെ യുക്തി ചിന്ത ഗണിതപര ബുദ്ധി, ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. ഈ ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് അതിൽ നിന്ന് നമുക്ക് ആ പേരിന് ഏകദേശം കിട്ടും. ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് നമുക്കറിയാം, നല്ല ഗണിത ശാസ്ത്രജ്ഞന്മാരിൽ, അതുപോലെ എഞ്ചിനീയർമാരിൽ, ബാങ്ക് ഉദ്യോഗസ്ഥന്മാരിൽ, അക്കൗണ്ടന്റുമാരിൽ ഒക്കെ കാണുന്നത് യുക്തി ചിന്ത ഗണിതപരമായ ബുദ്ധിയാണ്. അതുപോലെ നമ്മുടെ ക്ലാസ്സിലേക്ക് വന്നാൽ നന്നായി പാറ്റേൺ നിർമ്മിക്കുന്ന ഒരു കുട്ടിയിൽ കാണുന്ന ബുദ്ധി, ജിയോമെട്രിക് ചാർട്ട്, പാറ്റേണുകൾ, ഇതൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഗണിതപരമായ ബുദ്ധിയാണ്. ഇനി അതൊന്നും വേണ്ട, ക്ലാസ്സിൽ നല്ല ക്രമവും ചിട്ടയും പാലിക്കുന്ന കുട്ടി, കൃത്യസമയത്ത് വരിക, കൃത്യമായ നല്ല ഡ്രസ്സ് അലക്കി തേച്ച് വരിക, കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയുള്ള കുട്ടികളെയും നമ്മൾ മാത്തമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഇന്റലിജൻസിലാണ് വിടുക. ചെസ് കളിക്കാരനിൽ കാണുന്ന ബുദ്ധി മാത്തമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഇന്റലിജൻസ് ആണ്. ചെസ് കളിക്കാരനിൽ കാണുന്ന ബുദ്ധി. അതുപോലെ തന്നെ യുക്തിപൂർവ്വം എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിൽ നമുക്ക് മനസ്സിലാക്കാതെ യുക്തിപര ഗണിതപരമായ ബുദ്ധി, ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ആണ്. പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവ്, പസിലുകൾ സോൾവ് ചെയ്യാനുള്ള കഴിവ്, ശാസ്ത്രീയ ചിന്ത, ഇതൊക്കെ യുക്തി ചിന്ത ഗണിതപരമായ ബുദ്ധിയാണ്. ഇനി മൂന്നാമത്തത് ദൃശ്യസ്ഥലപര ബുദ്ധി, വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ്. വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ്. ദൃശ്യസ്ഥലപര ബുദ്ധി. ദൃശ്യസ്ഥലം പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, സ്ഥലകാലബോധം. ചില ആൾക്കാരെ പറ്റി നമ്മൾ പറയും ഗൂഗിൾ മാപ്പാണ് അയാൾ. ഒരു പ്രാവശ്യം കോഴിക്കോട്ടേക്ക് പോയാൽ പിന്നെ അയാൾക്ക് ഒന്നും വേണ്ട, അയാൾ അങ്ങനെ പോകും. എനിക്കൊക്കെ 10-100 പ്രാവശ്യം കോഴിക്കോട്ടേക്ക് പോയാലും പിന്നെയും ഗൂഗിൾ മാപ്പ് ഇടണം. അതിന് കാരണം ദൃശ്യസ്ഥലപര ബുദ്ധിയുടെ കുറവാണ്. അപ്പൊ ദൂരവും ദിശയും നിർണ്ണയിക്കാനുള്ള കഴിവ്, മനസ്സിൽ മനോചിത്രം രൂപീകരിക്കാനുള്ള കഴിവ്, ഭൂപടം വായിക്കാനുള്ള കഴിവ്, ചിത്രം നന്നായി വരക്കാനുള്ള കഴിവ്, നല്ല ശില്പമുണ്ടാക്കാനുള്ള കഴിവ്, പൈലറ്റുമാരിൽ കാണുന്ന കഴിവ്, നാവികന്മാരിൽ കാണുന്ന കഴിവ്, ഡ്രൈവർമാരിൽ കാണുന്ന കഴിവൊക്കെ ദൃശ്യസ്ഥലപര ബുദ്ധിയാണ്. അപ്പൊ നല്ല ചിത്രം വരക്കുന്നു കുട്ടി, എന്നെ നോക്കി എന്നെ പോലെയുള്ള ഒരാളെ വരക്കുന്നു എന്ന് പറഞ്ഞാൽ ദൃശ്യസ്ഥലപര ബുദ്ധിയാണ്. കളിമൺ ശില്പം ഉണ്ടാക്കുകയാണെങ്കിൽ ദൃശ്യസ്ഥലപര ബുദ്ധിയാണ്. നല്ല ഡ്രൈവർ, നാവികർ, പൈലറ്റുകൾ, അവർക്കൊക്കെ ദൃശ്യസ്ഥലപര ബുദ്ധി ഇല്ലെങ്കിൽ വണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പൊ ഇതൊക്കെ, അതുപോലെ നമ്മളൊക്കെ അറിയാം SS ക്ലാസ്സിൽ ഭൂപടം നോക്കിയിട്ട് രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഓരോ പ്രദേശത്തിന്റെ സ്ഥാനം നിർണ്ണയിക്കുക എന്ന് പറഞ്ഞാൽ ദൃശ്യസ്ഥലപര ബുദ്ധിയാണ്. വഴി ഊഹിക്കൽ, ദിക്കറിയൽ, ത്രിമാന ചിത്രം നോക്കി മനസ്സിലാക്കൽ, ഇതൊക്കെ ദൃശ്യസ്ഥലപര. ഏറ്റവും കൂടുതൽ കേട്ടിട്ട് ചോദിച്ചത് ദൃശ്യസ്ഥലപര ബുദ്ധിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതുകൊണ്ട് അത് കൃത്യമായി മനസ്സിലാക്കണം. ചിത്രകാരനിൽ കാണുന്ന ബുദ്ധി, ശില്പിയിൽ കാണുന്ന ബുദ്ധി, സമുദ്ര സഞ്ചാരിയിൽ കാണുന്ന ബുദ്ധി, എഞ്ചിനീയറിൽ കാണുന്ന ബുദ്ധി,
ഒരു പോസ്റ്ററിന് ലേ ഔട്ട് ചെയ്യുന്ന കുട്ടിയിൽ കാണുന്ന ബുദ്ധി ദൃശ്യ സ്ഥലപര ബുദ്ധി. ഒരു പോസ്റ്റർ ഉണ്ടാക്കുക, ആ പോസ്റ്ററിന് കൃത്യമായി ലേ ഔട്ട് ചെയ്യണമെങ്കിൽ ദൃശ്യ സ്ഥലപര ബുദ്ധി വേണം. നല്ല മാതൃകകൾ നിർമ്മിക്കൽ, അതൊക്കെ ദൃശ്യ സ്ഥലപര ബുദ്ധിയാണ്. ഇനി നാലാമത്തത് സംഗീതപരമായ ബുദ്ധി അല്ലെങ്കിൽ ഒരു മിനിറ്റ്, ഒന്നാമത്തത് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയോ? വെർബൽ ലിംഗ്വിസ്റ്റിക്കോ? ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. വെർബൽ ലിംഗ്വിസ്റ്റിക് ഒന്നുമില്ല, നമ്മളെ ഭാഷ ഉപയോഗിക്കാനുള്ള കഴിവാണ്. കവികൾ, എഴുത്തുകാർ, പ്രാസംഗികർ, അഭിഭാഷകർ, അധ്യാപകർ, മാധ്യമ പ്രവർത്തകർ നന്നായി എഴുതുക, വായിക്കുക, കഥ പറയുക, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവതരിപ്പിക്കുക, ഇതിനൊക്കെയുള്ള കഴിവ് വാചിക ഭാഷാപരമായ ബുദ്ധിയായിട്ട് ബന്ധപ്പെടുന്നതാണ്. ലോജിക്കൽ അല്ല, വെർബൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. നാലാമത്തത് സംഗീതപരമായ ബുദ്ധി. യേശുദാസിൽ കാണുന്ന ബുദ്ധി അല്ലേ? നല്ല ഗായകന്മാരിൽ കാണുന്നത് സംഗീതം, നല്ല സംഗീത സംവിധായകരിൽ കാണുന്നത് സംഗീതപരമായ ബുദ്ധിയാണ്. അതുപോലെ നല്ല സംഗീതോപകരണങ്ങൾ വായിക്കുക, താള വ്യത്യാസം നമ്മുടെ ക്ലാസ് റൂമിലൊക്കെ ഉണ്ട്, താളം കണ്ടെത്തുക, സമാന വരികൾ കണ്ടെത്തുക, ഇതൊക്കെ സംഗീതപരമായ ബുദ്ധിയാണ്. നല്ല കവിത ഈണത്തിലും താളത്തിലും ചൊല്ലുക, സംഗീതപരമായ ബുദ്ധിയാണ്. അതുപോലെ വരികൾ ആഡ് ചെയ്യുക, അതും സംഗീതപരമായ ബുദ്ധിയാണ്. കാരണം സംഗീതത്തിലെ ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സംഗീതപരമായ ബുദ്ധി എന്ന് പറഞ്ഞാൽ സംഗീതം, താളം, ഈണം, ശ്രുതി എന്നിവ തിരിച്ചറിയുക, അത് ആസ്വദിക്കുക, അത് സൃഷ്ടിക്കുക, ഇതൊക്കെ ഉള്ള കഴിവ് സംഗീതപരമായ ബുദ്ധിയാണ്. അപ്പൊ ഗായകരിലും സംഗീത സംവിധായകരിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യുന്നവരിലൊക്കെ കാണുന്ന ബുദ്ധി സംഗീതപരം. അതുകൊണ്ട് അത് അധികം ചോദിക്കാറില്ല. അടുത്ത ചോദിക്കും. അഞ്ചാമത്തത് ശാരീരിക ചാലക ബുദ്ധി. ശാരീരിക ചാലക ബുദ്ധി അല്ലെങ്കിൽ ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ്. ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ്. ബോഡിലി ആൻഡ് കൈനസ്തെറ്റിക് ഇന്റലിജൻസ്. ശാരീരിക ചാലക ബുദ്ധി, ശാരീരിക ചലനപര ബുദ്ധി എന്നും പറയും. സ്വന്തം ശരീരം വഴക്കത്തോടെ ഉപയോഗിക്കാനും നിയന്ത്രിക്കാനുമുള്ള കഴിവാണിത്. സ്വന്തം ശരീരം വഴക്കത്തോടെ ഉപയോഗിക്കാനും നിയന്ത്രിക്കാനുമുള്ള കഴിവിനെയാണ് നമ്മൾ ശാരീരിക ചാലക ബുദ്ധി. ഞാൻ പറയാം, സർക്കസ് കളിക്കാരിൽ കാണുന്ന ബുദ്ധി ശാരീരിക ചാലക ബുദ്ധി. സർക്കസ് കളിക്കാരിൽ, കായികാഭ്യാസിയിൽ കാണുന്ന ബുദ്ധി, ഒരു റോൾ പ്ലേ ചെയ്യുന്ന കുട്ടിയിൽ കാണുന്ന ബുദ്ധി, റോൾ പ്ലേ ചെയ്യുന്ന കുട്ടിയിൽ കാണുന്ന ബുദ്ധി, റോൾ പ്ലേ ചെയ്യുന്ന കുട്ടിയിൽ കാണുന്ന ബുദ്ധി ഏതാണ്? ശാരീരിക ചാലക ബുദ്ധിയാണ്. നൃത്ത ജിംനാസ്റ്റിക് ചെയ്യുന്ന ആളുകൾ, ശസ്ത്രക്രിയാ വിദഗ്ധർ, കൈകളുടെ സൂക്ഷ്മചലനമാണല്ലോ. അപ്പൊ ശസ്ത്രക്രിയാ വിദഗ്ധനിൽ കാണുന്ന ബുദ്ധി ശാരീരിക ചാലക ബുദ്ധി. കരകൗശല വിദഗ്ധന്മാരിൽ കാണുന്ന ബുദ്ധി ശാരീരിക ചാലക ബുദ്ധി. ഇപ്പൊ കായിക താരങ്ങൾ, നർത്തകർ, ജിംനാസ്റ്റുകൾ, ശസ്ത്രക്രിയാ വിദഗ്ധന്മാർ, കരകൗശല വിദഗ്ധന്മാർ, അഭിനേതാക്കൾ, കായികാഭ്യാസികൾ, അതുപോലെ കരാട്ടെ, കളരിപ്പയറ്റ്, ഇതൊക്കെ ശാരീരിക ചാലക ബുദ്ധിയാണ്. സ്വന്തം ശരീരം മെയ് വഴക്കത്തോടെ ഉപയോഗിക്കാനും നിയന്ത്രിക്കാനുമുള്ള കഴിവ് നേടുന്ന ബുദ്ധി ഏത് ബുദ്ധിയാണോ ആ ബുദ്ധിയൊക്കെ ശാരീരിക ചാലക ബുദ്ധിയാണ്. ഓക്കെ, അടുത്തത് വ്യക്ത്യാന്തര ബുദ്ധിയാണ്. വ്യക്ത്യാന്തര ബുദ്ധി ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. ഇതും പരീക്ഷയ്ക്ക് വരുന്ന ഒരു ഏരിയയാണ്. ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്, വ്യക്ത്യാന്തര ബുദ്ധി. അതെന്താന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. മറ്റുള്ളവരുടെ വികാരങ്ങൾ, താല്പര്യങ്ങൾ, പെരുമാറ്റം എന്നിവ മനസ്സിലാക്കാനും അവരുമായി നന്നായി ഇടപഴകാനുമുള്ള കഴിവ്. മറ്റുള്ളവരുടെ വികാരങ്ങൾ, താല്പര്യങ്ങൾ, പെരുമാറ്റം എന്നിവ മനസ്സിലാക്കാനും അവരുമായി നന്നായി ഇടപഴകാനുമുള്ള കഴിവിനെയാണ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. ഇതിന് നമ്മൾ സാമൂഹിക ബുദ്ധി എന്നും പറയും. സോഷ്യൽ ഇന്റലിജൻസ് എന്നും വിളിക്കുന്നതാണ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്, വ്യക്ത്യാന്തര ബുദ്ധി.
രാഷ്ട്രീയക്കാരിൽ കാണുന്ന ബുദ്ധി, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. നല്ല രാഷ്ട്രീയക്കാരനാണെങ്കിൽ നല്ല ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് വേണം. കാരണം എല്ലാവരും കൂട്ടിപ്പിടിച്ച് കൊണ്ടുനടക്കണം, എല്ലാവരുമായും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നല്ല സോഷ്യൽ വർക്കേഴ്സിൽ കാണുന്ന ബുദ്ധി ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. നല്ല കൗൺസിലർമാർ, മതനേതാക്കൾ, ഇവരൊക്കെ എന്താണ്? ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് പെട്ടവരാണ്. നല്ല ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് മറ്റുള്ളവരുമായി നന്നായി ഇടപഴകാനുള്ള കഴിവാണ്. അപ്പൊ നല്ല രീതിയിൽ ഗ്രൂപ്പ് പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടി, അതിൽ കാണുന്ന ബുദ്ധി ഏതാന്ന് ചോദിച്ചാൽ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണ്. ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിൽ നമ്മുടെ ക്ലാസ് റൂമിൽ എപ്പോഴും കാണുന്നല്ലേ, ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിൽ നന്നായി ഇടപഴകുന്ന കുട്ടി ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണ്. ചർച്ചയിലും സംവാദത്തിലും പ്രൊജക്റ്റിലും ലീഡ് ചെയ്യുന്ന കുട്ടി ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണ്. അപ്പൊ മറ്റുള്ളവരുമായി ഇടപഴകാനുള്ള കഴിവിനെയാണ് നമ്മൾ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്, വ്യക്തിയാന്തര ബുദ്ധി അല്ലെങ്കിൽ അന്തർവ്യക്തി ബുദ്ധി എന്ന് പറയും. മലയാളം പല പല പേരാണ്. വ്യക്തിയാന്തര ബുദ്ധി അല്ലെങ്കിൽ അന്തർവ്യക്തി ബുദ്ധി. അടുത്തത് ആന്തരിക വൈയക്തിക ബുദ്ധി, ഇൻട്രാപേഴ്സണൽ. നമുക്കറിയാം, ഇന്റർ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് പോവാണ്. ഇൻട്രാ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ജില്ലന്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധമാണ്. ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ തന്നെ കുറിച്ച് തന്നെ മനസ്സിലാക്കാനുള്ള കഴിവാണ്. തന്നെ കുറിച്ച് തന്നെ മനസ്സിലാക്കാനുള്ള കഴിവിനെയാണ് ആന്തരിക വൈയക്തിക ബുദ്ധി, ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്. ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്, ഒരാൾ അവനവനെ മനസ്സിലാക്കണമല്ലോ. എനിക്ക് ഇത്ര കഴിവുള്ളൂ, എനിക്ക് എന്റെ പരിമിതികൾ എന്താണ്, അത് ഏറ്റവും വലിയ കഴിവാണ്. അവനവന്റെ കഴിവുകളും പരിമിതികളും തിരിച്ചറിയുക എന്ന് പറഞ്ഞതാണ് ഏറ്റവും വലിയ കഴിവ്. അപ്പോ ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഒരാൾ അയാളെ കുറിച്ച് മനസ്സിലാക്കുക. ഒരു എക്സാമ്പിൾ, ഒരു കുട്ടി നന്നായി ഡയറി എഴുതുന്നു. അവിടെ ഭാഷാപരമായ ബുദ്ധിക്കല്ല പ്രസക്തി. ഡയറി എഴുതുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഫീലിംഗ് കൃത്യമായി പ്രകടിപ്പിക്കുക. അപ്പൊ അവിടെ വരുന്ന ബുദ്ധി ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് ആണ്. അവിടെ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് അല്ല. ഭാഷ എത്ര നന്നായ അതല്ല അവിടെ പ്രസക്തി, കുട്ടിയുടെ ഫീലിംഗ് എത്രമാത്രം അതിൽ വരുന്നു എന്നുള്ളതാണ്. അപ്പൊ നന്നായി ഡയറി എഴുതുന്ന കുട്ടി ആന്തരിക വൈയക്തിക ബുദ്ധിയാണ്. സ്വയം വിലയിരുത്തൽ ടൂളുകൾ ഉപയോഗിക്കുന്ന കുട്ടി, നമുക്ക് ക്ലാസ് റൂമിൽ വെച്ചാണ് ഞാൻ പറയുന്നത്. സ്വയം വിലയിരുത്തൽ, സെൽഫ് അസസ്മെന്റ് ടൂൾ കൃത്യമായി ഉപയോഗിക്കുന്ന കുട്ടി, അത് ആന്തരിക വൈയക്തിക ബുദ്ധിയാണ്. തത്വചിന്തകന്മാരിൽ കാണുന്ന ബുദ്ധി ആന്തരിക വൈയക്തിക ബുദ്ധിയാണ്. മനഃശാസ്ത്രജ്ഞന്മാരിൽ കാണുന്ന ബുദ്ധി ആന്തരിക വൈയക്തിക ബുദ്ധിയാണ്. മനഃശാസ്ത്രജ്ഞന്മാരിൽ ഇപ്പൊ ഏകാന്തത ഇഷ്ടപ്പെടുക, സ്വയം വിലയിരുത്തുക, ഡയറി എഴുതുക, അവനവനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് പറയുക, ഇങ്ങനെയൊക്കെ ഉള്ളത് ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്. ഇൻട്രാ മീൻസ് വിത്തിൻ മൈസെൽഫ്, ഇന്റർ മീൻസ് വിത്ത് അതേഴ്സ്. ലാസ്റ്റ് എട്ടാമത്തത് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്, പ്രകൃതിപരമായ ബുദ്ധി. നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് അല്ലെങ്കിൽ പ്രകൃതിപരമായ ബുദ്ധി. അതിൽ തന്നെ നമുക്ക് മനസ്സിലാവും, പ്രകൃതിയിലെ വസ്തുക്കളെയും ജീവജാലങ്ങളെയും തിരിച്ചറിയാനും തരംതിരിക്കാനും പ്രകൃതിയുമായി ഇണങ്ങിച്ചേരാനുമുള്ള കഴിവിനെയാണ് പ്രകൃതിപരമായ ബുദ്ധി എന്ന് പറയാം. ചെടികള്, മൃഗങ്ങള്, കാലാവസ്ഥ, അവയിലൊക്കെ താല്പര്യം. ചില ആൾക്കാർക്ക് സ്കൂളിലൊക്കെ മരം കുഴിച്ചിടുക എന്നുള്ളത് വലിയ ക്രൈസ് ആയിക്കാരം. ക്ലാസ് പോയില്ലെങ്കിലും മരം കുഴിച്ചിടാൻ അവർക്ക് ഇഷ്ടമാണ്. ക്ലാസ് പോണ സമയത്തായിരിക്കും മരം കുഴിച്ചിടുക. അവരിലുള്ള ബുദ്ധി പ്രകൃതിപരമായ ബുദ്ധിയാണ്. അവരിൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഉണ്ടാവില്ല, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഉണ്ടായിക്കോളുന്നില്ല, ക്ലാസ് എടുക്കാൻ കഴിഞ്ഞോളുന്നില്ല. അതേപോലെ എന്താ പറയാ, സസ്യശാസ്ത്രജ്ഞന്മാര്, പരിസ്ഥിതി പ്രവർത്തകര്, ആയുർവേദ വൈദ്യന്മാര്, ഇവരിലൊക്കെ ഉള്ള ബുദ്ധി പ്രകൃതിപരമായ ബുദ്ധിയാണ്. ഇത്രയും ബുദ്ധികളാണ്. പിന്നെ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്, അത് പിന്നീട് ഒഴിവാക്കി. 1998 പ്രകൃതിപരമായ ബുദ്ധിയെ ഈ മൾട്ടിപ്പിൾ ഇന്റലിജൻസിലേക്ക് ആഡ് ചെയ്യുകയും എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസിനെ ഒഴിവാക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ ഇത്രയും ബുദ്ധിയാണ്, 8 ബുദ്ധികളെയാണ് ഇപ്പോ മൾട്ടിപ്പിൾ ഇന്റലിജൻസിന്റെ കൂട്ടത്തിൽ പെടുന്നത്. ഇനി ഞാൻ ഈ ഭാഗത്ത് നിന്ന് വന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വായിക്കാൻ പോവാണ്. നിങ്ങൾ അറിയുമെങ്കിൽ നിങ്ങൾ ഉത്തരം ആ ഓപ്ഷൻ മാത്രം ടൈപ്പ് ചെയ്തിട്ടുള്ളൂ. 2012
ഒന്നാമത്തെ കേട്ടറ്റ് ഫസ്റ്റ് കേട്ടറ്റ് പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. സ്കൂൾ സ്റ്റോറിൽ നിന്നും ഒരു അതിൽ സാമൂഹ്യ ബുദ്ധി ഏഴാമത്തേതായിട്ട് വന്നിട്ടാണോ? സാമൂഹ്യ ബുദ്ധി എന്ന് പറഞ്ഞത് പുതിയ ബുദ്ധി അല്ല. അത് സാമൂഹ്യ ബുദ്ധി ഇന്റർപേഴ്സണൽ ഇന്റലിജൻസിനെയാണ് നമ്മൾ സാമൂഹിക ബുദ്ധി എന്ന് പറയാം. ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ വികാരങ്ങൾ, താല്പര്യങ്ങൾ, പെരുമാറ്റം എന്നിവ മനസ്സിലാക്കാനും അവരുമായി നന്നായി അതിനെയാണ് നമ്മൾ സോഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അത് വേറൊരു ബുദ്ധിയല്ല, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസിന്റെ മറ്റൊരു പേരാണ്. സാറേ, ഈ കാലാവസ്ഥാ വിദഗ്ധര് പ്രകൃതിപരമായ ബുദ്ധിയിൽ വരില്ലേ? എങ്ങനെ കാലാവസ്ഥാ വിദഗ്ധര് കാലാവസ്ഥയിൽ രണ്ടിനും വരും. കാലാവസ്ഥ എന്നൊരു പ്രഡിക്ഷൻ ആണ്. പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസിൽ വരും. പ്രകൃതിപരത്തിനേക്കാളും കൂടുതൽ കാലാവസ്ഥ പ്രവചിക്കുന്ന ആളുകളാണെങ്കിൽ ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. കാരണം കാര്യകാരണ ബന്ധത്തോട് കൂടിയാണ് അവരുടെ പ്രഡിക്ഷൻ വരുന്നത്. പ്രകൃതിപരമായ ബുദ്ധി എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലെ വസ്തുക്കളെയും ജീവജാലങ്ങളെയും തിരിച്ചറിയുന്നതാണ്. അപ്പൊ കാലാവസ്ഥാ വിദഗ്ധര് ശരിക്കും പ്രഡിക്ഷൻ ആണ് നടത്തുന്നതുകൊണ്ട് ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ആണ്. ഇനി 2012 വന്നൊരു ചോദ്യം ഞാൻ ഒന്ന് വായിക്കാം. ഒരു കുട്ടി സ്കൂൾ സ്റ്റോറിൽ നിന്നും ഒരേ തരത്തിലുള്ള 50 നോട്ട് പുസ്തകങ്ങൾ പെട്ടെന്ന് എണ്ണിയെടുക്കുന്നു. ആദ്യം 10 എണ്ണം പെട്ടെന്ന് എണ്ണിയെടുത്തു. തുടർന്ന് അതേ ഉയരത്തിലുള്ള 4 കെട്ടുകൾ പെട്ടെന്നെടുത്ത് 50 പുസ്തകങ്ങൾ പൂർത്തിയാക്കി. ഈ കുട്ടി ഇവിടെ പ്രകടിപ്പിച്ച ബുദ്ധി ഏത്? 2012 മുതൽ 2016 വരെ കേട്ടിട്ട് ഏറ്റവും ടഫായിരുന്നു. 1.4% ആയിരുന്നു അന്നത്തെ വിജയം. അന്ന് ചോദിച്ച ചോദ്യമാണ്. എന്നാൽ ആപ്ലിക്കേഷൻ ലെവലിൽ ഉയർന്ന ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഒന്നുകൂടി പറയാം. സ്കൂൾ സ്റ്റോറിൽ നിന്നും ഒരേ തരത്തിലുള്ള 50 നോട്ട് പുസ്തകങ്ങൾ പെട്ടെന്ന് എണ്ണിയെടുക്കാൻ പ്രതിഭ എന്ന കുട്ടിയുടെ ടീച്ചർ പറഞ്ഞു. പ്രതിഭ ആദ്യം 10 എണ്ണം പെട്ടെന്ന് എണ്ണിയെടുത്തു. തുടർന്ന് അതേ ഉയരത്തിലുള്ള 4 കെട്ടുകൾ പെട്ടെന്നെടുത്ത് 50 പുസ്തകങ്ങൾ പൂർത്തിയാക്കി. പ്രതിഭ ഇവിടെ പ്രകടിപ്പിച്ചത് എ ദൃശ്യസ്ഥലപര ബുദ്ധി, ബി യുക്തിപര ഗണിത ബുദ്ധി, സി വ്യക്തിയാന്തര ബുദ്ധി, ഡി പ്രകൃതിപരമായ ബുദ്ധി. ടൈപ്പ് ചെയ്തോളൂ. ആൻസർ ടൈപ്പ് ചെയ്തോളൂ. ആൻസർ ബി ആണ് യുക്തിപരവും പ്രകൃതിപരവും ഗണിതപരവുമായ ബുദ്ധി. യുക്തിപരവും ഗണിതം, മാത്തമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഇന്റലിജൻസ്. അടുത്ത ജൂൺ 2018 ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആര്? അത് പല കൊല്ലത്തിൽ ആവർത്തിച്ച് ചോദിച്ചോണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല. ഏപ്രിൽ 2024 ചോദിച്ചൊരു ബുദ്ധിയാണ്. വിദ്യാലയത്തിൽ നടന്ന കലോത്സവത്തിൽ ഇംഗ്ലീഷ് പ്രസംഗത്തിന് അനുവിന് 1ാം സ്ഥാനം ലഭിച്ചു. ഗാർഡിനറുടെ അഭിപ്രായത്തിൽ അനുവിൽ ഏത് തരം ബുദ്ധിശക്തിയാണുള്ളത്? എ യുക്തി ചിന്താപര ബുദ്ധി, ബി ഭാഷാപര ബുദ്ധി, സി ദൃശ്യസ്ഥലപര ബുദ്ധി, ഡി വ്യക്തിപരമായ ബുദ്ധി. ആൻസർ ഭാഷാപരമായ ബുദ്ധി. 2024 നവംബറിൽ ചോദിച്ച ചോദ്യമാണ്. ഹവാർഡ് ഗാർഡിനറുടെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്ത പ്രകാരം ശരിയായ ജോഡി ഏത്? എ ശില്പി ഭാഷാപരമായ ബുദ്ധി, ബി തത്വചിന്തകൻ ശാരീരിക ചലനപരമായ ബുദ്ധി, സി ഡാൻസർ അന്തർവൈയക്തിക ബുദ്ധി, ഡി കർഷകൻ പ്രകൃതിപരമായ ബുദ്ധി. ആൻസർ ഡി കർഷകൻ പ്രകൃതിപരമായ ബുദ്ധി. മാർച്ച് 2023 ചോദിച്ച ചോദ്യമാണ്. വീരു എന്ന 6ാം ക്ലാസ്സുകാരൻ ചിത്രങ്ങൾ വരയ്ക്കുന്നതിലും കെട്ടിടങ്ങളുടെ മാതൃക ഉണ്ടാക്കുന്നതിലും അതീവ താല്പര്യം പ്രകടിപ്പിക്കുന്നു. ഗാർഡിനറുടെ സിദ്ധാന്ത പ്രകാരം ഏത് തരം ബുദ്ധി? എ പ്രകൃതിപര ബുദ്ധി, ബി ദൃശ്യസ്ഥലപര ബുദ്ധി, സി യുക്തി ചിന്താപര ബുദ്ധി, ഡി സംഗീത ബുദ്ധി. ആൻസർ ദൃശ്യസ്ഥലപര ബുദ്ധി. ഒക്ടോബർ 2023 ചോദിച്ച ചോദ്യം. നന്നായി പാട്ടും നൃത്തവും ചെയ്യുന്ന ഒരു കുട്ടിയിൽ ഗാർഡിനറുടെ സിദ്ധാന്തം അനുസരിച്ച് ഏത് ബുദ്ധിയാണുള്ളത്? എ സംഗീതപരവും ശാരീരിക ചലനപരവും, ബി സംഗീതപരവും ഭാഷാപരവും, സി ശാരീരിക ചലനപരവും സ്ഥലപരവും, ഡി ഇവയൊന്നുമല്ല. നന്നായി പാട്ടും നൃത്തവും ഉണ്ട്. അപ്പോ എ സംഗീതപരവും ശാരീരിക ചലനപരവും രണ്ടും ഉണ്ട്. അങ്ങനെയും ചോദിക്കാം, മിക്സഡ് ആക്കി ചോദിക്കാം. 2019 ജനുവരിയിൽ ചോദിച്ച ചോദ്യം. റാണി എന്ന കുട്ടി നല്ല നേതൃപാഠവും സഹപാഠികളുമായി നല്ല ബന്ധം നിലനിർത്താൻ കഴിവുമുള്ള കുട്ടിയാണ്. ഗാർഡിനറുടെ സിദ്ധാന്ത പ്രകാരം അവൾക്കുള്ളത് എ വ്യക്തിപര ബുദ്ധി, ബി ദൃശ്യസ്ഥലപര ബുദ്ധി, സി വ്യക്തിയാന്തര ബുദ്ധി, ഡി യുക്തി ചിന്താപരമായ ബുദ്ധി. വ്യക്തിയാന്തര ബുദ്ധി. അപ്പൊ നിരവധി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഈ ഭാഗത്തുനിന്ന്. 10-27 ചോദ്യം 2012 മുതൽ 2025 വരെ കാറ്റഗറി 1 മാത്രമുണ്ട്. കാറ്റഗറി 2 35-ലേറെ ക്വസ്റ്റ്യൻസ്
ഈ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. ഞാൻ അതിലെ ആവർത്തന ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടാണ് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് അടുത്ത ഏരിയ, മെഷർമെന്റ് ഓഫ് ഇന്റലിജൻസ്, ബുദ്ധിമാപനം. മെഷർമെന്റ് ഓഫ് ഇന്റലിജൻസ്, ബുദ്ധിമാപനം അല്ലെങ്കിൽ മെഷർമെന്റ് ഓഫ് ഇന്റലിജൻസ്. അതുമായി ബന്ധപ്പെട്ട ചില പേരുകൾ നമ്മൾ ആദ്യം ബുദ്ധിയുടെ അളവുകളാണ്, ടെസ്റ്റുകളെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതുകൊണ്ട് അതിൽ ചില ആൾക്കാരെ പേരെന്ന് പറയണം. ഒന്നാമത്തത്, മാനസിക മാപനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രാൻസിസ് ഗാൾട്ടൺ. മാനസിക മാപനം, മെന്റൽ മെഷർമെന്റ്, മെന്റൽ മെഷർമെന്റ്, അതിന്റെ പിതാവ് ഗാൾട്ടൺ. ഈ പിതാക്കളൊക്കെ ഈ ചോദ്യം ആൾക്കാർ വല്ലാതെ തെറ്റിക്കാൻ വേണ്ടി ചോദിക്കും. അദ്ദേഹം പറഞ്ഞത് ബുദ്ധി പാരമ്പര്യമാണെന്നാണ്. അതാണ് ഈ മാനസിക മാപനം. ബുദ്ധി പാരമ്പര്യത്തിൽ നിന്നാണ് കിട്ടുന്നതെന്നാണ് ഫ്രാൻസിസ് ഗാൾട്ടൺ പറഞ്ഞത്. അതുകൊണ്ട് മാനസിക മാപനത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് മെന്റൽ മെഷർമെന്റ് എന്നറിയപ്പെടുന്നത് ഫ്രാൻസിസ് ഗാൾട്ടൺ. ബുദ്ധി പരീക്ഷകളുടെ പിതാവ്, ബുദ്ധി പരീക്ഷയുടെ പിതാവ് അറിയപ്പെടുന്നത് ബീനെയാണ്. ബീനെ, ആൽഫ്രഡ് ബീനെ. ബുദ്ധി പരീക്ഷയുടെ പിതാവ് ബീനെ, ഫാദർ ഓഫ് ഇന്റലിജൻസ് ടെസ്റ്റ്. അദ്ദേഹം 1905 ആദ്യത്തെ ബുദ്ധി പരീക്ഷ തയ്യാറാക്കിയ ആ ബുദ്ധി പരീക്ഷയുടെ പേരാണ് ബീനെ സൈമൺ സ്കെയിൽ. ലോകത്ത് ആദ്യമായി ഉണ്ടായ ബുദ്ധി പരീക്ഷയുടെ പേരാണ് ബീനെ സൈമൺ സ്കെയിൽ. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ബുദ്ധി പരീക്ഷയുടെ പിതാവ് എന്ന് വിളിക്കുന്നത്. ലോകത്തെ ആദ്യത്തെ ബുദ്ധി പരീക്ഷയുടെ പേരാണ് ബീനെ സൈമൺ സ്കെയിൽ. ഇദ്ദേഹമാണ് മാനസിക വയസ്സ് അല്ലെങ്കിൽ മെന്റൽ ഏജ്, MA, മാനസിക വയസ്സ് അല്ലെങ്കിൽ മെന്റൽ ഏജ് എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച വ്യക്തിയാണ് ആൽഫ്രഡ് ബീനെ. മെന്റൽ ഏജ്, മാനസിക വയസ്സ് എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച വ്യക്തിയാണ് ബീനെ. ഓക്കെ, ഇനി എന്താണ് ബുദ്ധിമാപനം കണ്ടെത്താനുള്ള അല്ലെങ്കിൽ IQ, അതിനാണ് ഇന്റലിജൻസ് കോഷ്യന്റ് എന്ന് പറയാം. ഒരാളുടെ ബുദ്ധിശക്തി കണ്ടെത്താനുള്ള സൂത്രവാക്യം അത് നമുക്ക് പരീക്ഷയ്ക്ക് വരലുണ്ട്. MA/CA × 100. MA/CA × 100. MA എന്ന് പറഞ്ഞാൽ മാനസിക വയസ്സ്, CA എന്ന് പറഞ്ഞാൽ കാലിക വയസ്സ്, ക്രോണോളജിക്കൽ ഏജ്, മറ്റേ മെന്റൽ ഏജ്. മാനസിക വയസ്സും കാലിക വയസ്സ് പറഞ്ഞാൽ ഒരാളുടെ യഥാർത്ഥ വയസ്സാണ്. ഒരാൾക്ക് 40 വയസ്സാണെങ്കിൽ ഒറിജിനൽ വയസ്സ് 40 ആണെങ്കിൽ അതാണ് CA, ക്രോണോളജിക്കൽ ഏജ്. ഒരാൾക്ക് 40 വയസ്സ്, ഒരാൾക്ക് 50 വയസ്സായ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലുള്ള ആളുടെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാളുടെ മെന്റൽ ഏജ് എന്ന് പറഞ്ഞാൽ 50 ആണ്. അപ്പോൾ 3ാം ക്ലാസ്സിലുള്ള ഒരു കുട്ടി, 3ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഒരു 8 വയസ്സാവെന്ന് വിചാരിക്കുക. ആ കുട്ടി 6ാം ക്ലാസ്സിലെ കുട്ടി ചെയ്യുന്ന വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവന്റെ മെന്റൽ ഏജ് എന്ന് പറയുന്നത് 6ാം ക്ലാസ്സുകാരന്റെ ഏജ് ആണ്. അവന്റെ കാലിക വയസ്സ് എന്ന് പറഞ്ഞാൽ അവന്റെ യഥാർത്ഥ വയസ്സാണ്. അപ്പോൾ മെന്റൽ ഏജ് ഡിവൈഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് × 100, ഇതാണ് സൂത്രവാക്യം. IQ കാണാനുള്ള ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ IQ എന്ന പദം IQ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ആളുടെ പേര്, IQ ഈ പദം ആദ്യമായി ഉപയോഗിച്ച ആളുടെ പേര് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അയാളുടെ പേര് വില്യം സ്റ്റേൺ എന്നാണ്. IQ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ആളുടെ പേര് വില്യം സ്റ്റേൺ. ഈ സൂത്രവാക്യം ഉണ്ടാക്കിയതും വില്യം സ്റ്റേൺ ആണ് കേട്ടോ, ബീനെ അല്ല. വില്യം സ്റ്റേൺ ആണ് ഈ സൂത്രവാക്യം ഉണ്ടാക്കിയത്. ബീനെ ടെസ്റ്റ് നടത്തിയതേ ഉള്ളൂ, സൂത്രവാക്യം ഉണ്ടാക്കിയത് വില്യം സ്റ്റേൺ ആണ്. വില്യം സ്റ്റേൺ. ഒരു ചോദ്യം ഞാൻ പറയാം, മുമ്പ് ചോദിച്ചത്. 10 വയസ്സുള്ള ഒരു കുട്ടിക്ക് 12 വയസ്സുള്ള ഒരു കുട്ടിയുടെ മാനസിക വളർച്ച ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ IQ എത്ര? 10 വയസ്സുള്ള ഒരു കുട്ടിക്ക് 12 വയസ്സുള്ള ഒരു കുട്ടിയുടെ മാനസിക വളർച്ച ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ IQ എത്ര? അങ്ങനെ ചോദ്യം വരാം.
1.2 into 100. എത്രയാ? ഇത് അങ്ങനെ ചെയ്താൽ മതി. 12/10 ഇൻറ്റു 100. 120. എങ്ങനെ? 120. 120 ആണ്. 120. ഇങ്ങനെയാണ് ഇത്. ഈ ചോദ്യം നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കണം. ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരും. IQ കാണാനുള്ള സൂത്രവാക്യം വെച്ചിട്ട് ചോദിക്കും. ഇനി ഇവരുടെ IQ-വിനനുസരിച്ച് നമ്മൾ കുട്ടികളെ തരം തിരിച്ച ആ ഒരു ടേബിളും കൂടെ നമ്മൾ ശരിക്ക് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. അതൊന്ന് നോട്ട് ചെയ്തോളൂ. IQ സിമ്പിൾ ആണ്. ഞാൻ ഒന്ന് പറയാം. IQ കാണുക എന്ന് പറഞ്ഞാൽ മെന്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100. മെന്റൽ ഏജ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ മാനസിക വയസ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 10 വയസ്സായ ഒരു കുട്ടി 12 വയസ്സുകാരന്റെ പ്രവർത്തനം ചെയ്യുന്നുണ്ടെങ്കിൽ അവന്റെ മെന്റൽ ഏജ് എന്ന് പറഞ്ഞാൽ 12 ആണ്. ക്രോണോളജിക്കൽ ഏജ് ആണെങ്കിൽ C എന്ന് പറഞ്ഞാൽ അവന്റെ യഥാർത്ഥ പ്രായം. അപ്പൊ ഇവിടെ 12 വയസ്സായ ഒരു കുട്ടി, അല്ല 10 വയസ്സായ ഒരു കുട്ടി 12 വയസ്സായ കുട്ടിയുടെ നിലവാരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പൊ 12 MA എന്ന് പറഞ്ഞാൽ 12, CA 10 ഇൻറ്റു 100. ഇത് കുടിച്ചാൽ ഈ പൂജി പെട്ടില്ലേ, മാത്സ് ക്ലാസ്സിൽ അറിയാലോ. പിന്നെ ഇവിടെ 12 ഇൻറ്റു 10 120. അപ്പൊ അതിന്റെ IQ എന്ന് പറയുന്നത് 120 ആണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് പല ചോദ്യങ്ങളിലും കാണാം. മെന്റൽ ഏജും ക്രോണോളജിക്കൽ ഏജും. മാനസിക വയസ്സ് എന്ന ആശയം കൊണ്ടുവന്നത് ബിനയ തന്നെയാണോ? അതെ. മെന്റൽ ഏജ് എന്നുള്ള ആശയം കൊണ്ടുവന്നത് ബിനയാണ്. ഇനി നമ്മുടെ ബുദ്ധിശക്തിയുടെ വർഗീകരണമാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് നിങ്ങൾ ടേബിൾ ആയിട്ട് വരച്ചു വെക്കണം. കാരണം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. 140 മുകളിൽ എബവ് 140 നമ്മൾ പറയാം പ്രതിഭാശാലികൾ അല്ലെങ്കിൽ ഗിഫ്റ്റഡ്, ജീനിയസ് എന്നൊക്കെ പറയാം. പ്രതിഭാശാലി എന്ന് പറയും, ഗിഫ്റ്റഡ് എന്ന് പറയും. പ്രതിഭാശാലി അല്ലെങ്കിൽ ഗിഫ്റ്റഡ്. 120 മുതൽ 139 വരെ IQ ഉള്ള ആളെ നമ്മൾ അതിബുദ്ധിമാൻ അല്ലെങ്കിൽ വെരി സുപ്പീരിയർ എന്ന് പറയും. അതിബുദ്ധിമാൻ അല്ലെങ്കിൽ വെരി സുപ്പീരിയർ. അതിബുദ്ധിമാൻ അല്ലെങ്കിൽ വെരി സുപ്പീരിയർ. 110 മുതൽ 119 വരെ നമ്മൾ പറയുന്നത് മികച്ച ബുദ്ധിമാൻ അല്ലെങ്കിൽ ശ്രേഷ്ഠ ബുദ്ധി, സുപ്പീരിയർ. അതിശ്രേഷ്ഠ ബുദ്ധി, ഇത് ശ്രേഷ്ഠ ബുദ്ധി അല്ലെങ്കിൽ അതിബുദ്ധിമാൻ, മികച്ച ബുദ്ധിമാൻ എന്നൊക്കെ പറയാം. പല മലയാളത്തിൽ പലതും പറയാം. ഇപ്പോ 150 മുകളിൽ ഗിഫ്റ്റഡ്, 120 to 119 വെരി സുപ്പീരിയർ, 110 to 119 സുപ്പീരിയർ, മികച്ച ബുദ്ധിമാൻ അല്ലെങ്കിൽ ശ്രേഷ്ഠ ബുദ്ധി. 90 മുതൽ 109 വരെ ശരാശരി, ആവറേജ്. ശരാശരി അല്ലെങ്കിൽ ആവറേജ്. ഇതെപ്പോഴും ശരാശരിന്റെ ചോദിക്കാറുണ്ട്. 90 മുതൽ 109 വരെ. ഇനി 70 to 89, 70 മുതൽ 89 വരെ മന്ദബുദ്ധി അല്ലെങ്കിൽ ഡൾ. മന്ദബുദ്ധി അല്ലെങ്കിൽ ഡൾ എന്ന് പറയും. ശരാശരിയിൽ താഴെ, ബോർഡർ ലൈൻ എന്നും പറയാം. ബോർഡർ ലൈൻ, ഏകദേശം ബോർഡർ ലൈനിന്റെ അടുത്തുള്ളവരാ. അടുത്തത് 50 മുതൽ 69 വരെ, 50 മുതൽ 69 വരെ മൂഢബുദ്ധി അല്ലെങ്കിൽ മൊറോൺ, മൂഢബുദ്ധി എന്ന് പറയും. അടുത്ത 30 മുതൽ 49 വരെ ക്ഷീണബുദ്ധി അല്ലെങ്കിൽ ഇംബിസൈൽ. ക്ഷീണബുദ്ധി അല്ലെങ്കിൽ ഇംബിസൈൽ. 30 താഴെ, ബിലോ 30 ജഡബുദ്ധി അല്ലെങ്കിൽ ഇഡിയറ്റ്സ്.
ഇഡിയറ്റ് എന്നൊക്കെ വിളിക്കുമ്പോ നമുക്ക് അതിനെ വലിയ കാഠിന്യം അറിഞ്ഞാണെന്നില്ല. പക്ഷെ പറ്റ ബുദ്ധി കുറവുള്ള ആൾക്കാർ നമ്മൾ ഇഡിയറ്റ് എന്ന് വിളിക്കും അല്ലെ? വെറുതെ അത്യാവശ്യമൊക്കെ നന്നായി ക്ലാസ്സിൽ ചെയ്യുന്ന കുട്ടികളെ നമ്മൾ ഇഡിയറ്റ് എന്ന് വിളിക്കും. ഇഡിയറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒക്കെ താഴെ ഡള്ള്, മെറോൺ, ഡിസൈൻ കഴിഞ്ഞ് ലാസ്റ്റാണ് ഇഡിയറ്റ്. ആവറേജിൽ എത്ര താഴെ നോക്കും. അപ്പൊ അത്രക്കൊക്കെ മോശമുള്ള കുട്ടികളായിക്കോളുന്നില്ല. ഇപ്പൊ ഇവരൊക്കെ നമ്മള് ആവറേജിന് താഴെയുള്ള ആളുകളാണ്. ആവറേജ് ആണ് സാധാരണ മഹാഭൂരിപക്ഷം ആളുകളുടെയും ബുദ്ധിശക്തി എന്ന് പറഞ്ഞാൽ ആവറേജ് ആണ്. മറ്റേ അതിന്റെ മോൾക്കൊക്കെ എന്ന് പറഞ്ഞാല് കുറേശ്ശെ ആൾക്കാരെ ഉണ്ടാവുള്ളൂ, അതിന് താഴേക്കും കുറേശ്ശെ ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ഈ ആവറേജ് ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഇത് നമ്മൾ ഈ ഒരു ടേബിൾ നമ്മൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. ഇനി പ്രധാനപ്പെട്ട ആവറേജിന്റെ റേഞ്ച് ഒന്ന് പറയോ? ആവറേജ് 90 to 109. ബോർഡ് കാണുന്നില്ല? ബോർഡ് കാണുന്നില്ല? ഇല്ല കാണുന്നില്ല ഒട്ടും. ബോർഡ് വലുതാക്കി പിടിക്കും. ബോർഡ് ഫുള്ള് സ്ക്രീൻ ആക്കിയിട്ട് നിങ്ങൾക്ക് മാക്സിമൈസ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ വലുതാക്കാത്തോണ്ടാണ് പ്രശ്നം. അപ്പൊ കുഴപ്പമില്ല, ഞാൻ ഒന്നുകൂടി പറയാം. 140 മുകളിൽ ഗിഫ്റ്റഡ്, 120 മുതൽ 139 വരെ വെരി സുപ്പീരിയർ, 110 മുതൽ 119 വരെ സുപ്പീരിയർ, 90 മുതൽ 109 വരെ ആവറേജ്, 90 to 100. ബാക്കിയുള്ള മൈക്ക് ഓഫ് ചെയ്യും. മൈക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ എക്കോ വരുന്നുണ്ട് ഭയങ്കരമായിട്ട്. നിങ്ങൾ കുറെ 394 ആൾക്കാരുണ്ട് ഇതിൽ. 2 ആൾ 3 ആൾ മൈക്ക് ഓൺ ആക്കി കഴിഞ്ഞാൽ 90 to 109 ആവറേജ്. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്താൽ മാത്രം മതി, മൈക്ക് ഓൺ ചെയ്യരുത് പ്ലീസ്. കുറെ ആൾക്കാർ മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ടല്ലോ. നദീറ പ്ലീസ് സ്വിച്ച് ഓഫ് യുവർ മൈക്ക്. ഓക്കെ. പിന്നെ ആവറേജിന് താഴെ 4 വിഭാഗം വരുന്നുണ്ട്. ഇവരൊക്കെ നമുക്ക് എന്താ പറയാ, അതിന്റെ കാഠിന്യം അനുസരിച്ചാണ്. താഴേക്ക് പോകും തോറും ബുദ്ധി നിലവാരം കുറഞ്ഞ് MR-ലേക്കൊക്കെ വരികയാണ്. MR എന്നുള്ളത് നമ്മളിവിടെ പ്രത്യേകിച്ച് പറയുന്നില്ല, വ്യത്യസ്ത പേരുകളിലാണ് വിളിക്കുന്നത്. ഡൾ എന്ന് പറയുന്നത് സാറ് വീഡിയോ ഓഫ് ആണെന്ന് തോന്നുന്നു. സാറിന്റെ വീഡിയോ ഓഫ് ആണെന്ന് തോന്നുന്നു. എന്റെ വീഡിയോ ഓഫ് അല്ലല്ലോ. ഓഫല്ല. ചില ആൾക്കാരെ മൊബൈലിന്റെ പ്രശ്നമാണ്. എന്തായാലും ഇതിന്റെ റെക്കോർഡിംഗ് നടക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗം കിട്ടിയില്ലെങ്കിൽ റെക്കോർഡിൽ കിട്ടും. ഓക്കെ. ഇനി നമുക്ക് സമയം വെറുതെ കളയാനില്ലാത്തതുകൊണ്ട് ഞാൻ അടുത്ത ഏരിയയിലേക്ക് പോവാണ്. പ്രധാനപ്പെട്ട ബുദ്ധി പരീക്ഷകളെ കുറിച്ചാണ് ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത്. പ്രധാനപ്പെട്ട ബുദ്ധി പരീക്ഷകൾ. ഇന്റലിജൻസ് ടെസ്റ്റ് നമുക്ക് ടെറ്റിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത് ആരുണ്ടാക്കിയെന്ന് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. ഒന്ന്, WAIS ഫുൾ ഫോം പഠിച്ചേക്കണം. WAIS പറഞ്ഞ് WISC. ഈ രണ്ടും ഒരാളുണ്ടാക്കിയത്. ആ ആളെ പേരാണ് വെഷ്ലർ എന്ന് പറയുന്ന ബുദ്ധി പരീക്ഷ കൂടുതൽ ബുദ്ധി പരീക്ഷകൾ ഗവേഷണം നടത്തിയ ആളാണ് വെഷ്ലർ. ഇതിനെ ഫുൾ ഫോം ഞാൻ പറയാം. WAIS. എല്ലാം W എന്ന് പറഞ്ഞ അയാളുടെ പേരാണ് വെഷ്ലർ. പിന്നെ ഒന്ന് മുതിർന്നവർക്കുള്ളതാണ് ഒന്നാമത്തെ ടെസ്റ്റ്. അതുകൊണ്ട് വെഷ്ലർ അഡൽട്ട് ഇന്റലിജൻസ് സ്കെയിൽ. WAIS അത് മുതിർന്ന ആൾക്കാർക്കുള്ളതാണ്, മുതിർന്ന ആളുകൾക്കുള്ളതാണ്. വെഷ്ലർ അഡൽട്ട് ഇന്റലിജൻസ് സ്കെയിൽ മുതിർന്ന ആളുകൾക്കുള്ളതാണ്. ഇനി രണ്ടാമത്തത് WISC അത് കുട്ടികൾക്കുള്ളതാണ്. വെഷ്ലർ ഇന്റലിജൻസ് സ്കെയിൽ ഫോർ ചിൽഡ്രൻ. കുട്ടികൾക്കുള്ളതാണ്. അപ്പൊ രണ്ട് വെഷ്ലർ ഉണ്ടാക്കിയ ഏറ്റവും ആദ്യത്തെ ഈ ഇന്റലിജൻസ് ടെസ്റ്റിൽ പെട്ടെന്നാണ് WAIS, WISC. വെഷ്ലർ ആണ്. ഒന്ന് മുതിർന്നവർക്കാണ് വെഷ്ലർ അഡൽട്ട് ഇന്റലിജൻസ് സ്കെയിൽ. രണ്ടാമത് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് WISC, വെഷ്ലർ ഇന്റലിജൻസ് സ്കെയിൽ ഫോർ ചിൽഡ്രൻ. ഓക്കെ. ഇനി രണ്ടാമത്തെ ടെസ്റ്റ് റാവൻസ് പ്രോഗ്രസീവ് മാട്രിക്സ്.
പ്രോഗ്രസീവ് മാട്രിക്സ്. ഇതിന്റെ ഷോർട്ടേ തരുള്ളൂ. ഷോർട്ട് തന്നിട്ട് നമ്മളോട് ആരാണ് ഉപജ്ഞാതാവ് ചോദിക്കും, അല്ലെങ്കിൽ ആളെ പേര് അതിലുണ്ടല്ലോ. റാവൻസ് പ്രോഗ്രസീവ് മാട്രിസസ് RPM ഏറ്റവും പ്രശസ്തമായ അവാചിക പരീക്ഷ, നോൺ വെർബൽ ടെസ്റ്റ് ആണ്. ഏറ്റവും പ്രശസ്തമായ നോൺ വെർബൽ ടെസ്റ്റ്. ഒരാളുടെ യുക്തിചിന്ത അളക്കാനാണ് ഈ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. റാവൻ എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞനാണ് ഉണ്ടാക്കിയത്. യുക്തിചിന്ത അളക്കാനാണ്. യുക്തിചിന്ത അളക്കാനാണ് RPM, റാവൻ. ഇനി ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട പരീക്ഷയാണ് ഭാട്ടിയാസ് ബാറ്ററി. ഇത് ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഇന്റലിജൻസ് ടെസ്റ്റ് ആണ്. CM ഭാട്ടിയയാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. CM ഭാട്ടിയ. ഭാട്ടിയാസ് ബാറ്ററി, നമ്മുടെ സാധാരണ ബാറ്ററി ഇല്ലേ, ഭാട്ടിയാസ് ബാറ്ററി. മാഷെ, RPM മോസ്റ്റ് ഇമ്പോർട്ടന്റ് നോൺ വെർബൽ ടെസ്റ്റ്, യുക്തിചിന്ത ടെസ്റ്റ് നടത്തിയത് ആരാണ്? അത് റാവൻ, ആ പേരിൽ തന്നെ ഉണ്ട്. റാവൻസ് പ്രോഗ്രസീവ് മാട്രിസസ് എന്നാണ്. റാവൻ എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞനാണ് RPM. ഏറ്റവും പ്രശസ്തമായ നോൺ വെർബൽ ടെസ്റ്റ് ആണ്. യുക്തിചിന്ത അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് റീസണിങ് അളക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ്. ഇനി നെക്സ്റ്റ്, അപ്പൊ ഈ ഏരിയ ടെസ്റ്റുകൾ, പ്രധാനപ്പെട്ട ഇന്റലിജൻസ് ടെസ്റ്റുകൾ അത്ര മതി. നെക്സ്റ്റ്, ഇന്ത്യൻ ബുദ്ധി പരീക്ഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് CH റൈസ് ആണ് കേട്ടോ. ഇന്ത്യൻ ബുദ്ധി പരീക്ഷയുടെ പിതാവ് CH റൈസ്. അതുകൂടെ ഒന്ന് നോട്ട് ചെയ്തോളൂ. ഇന്ത്യൻ ബുദ്ധി പരീക്ഷയുടെ പിതാവ് CH റൈസ്. ഇനി നെക്സ്റ്റ്, വൈകാരിക ബുദ്ധി. അടുത്തൊരു ഏരിയ ആണിത്. വൈകാരിക ബുദ്ധി, ഇമോഷണൽ ഇന്റലിജൻസ് എന്നാണ് ഇംഗ്ലീഷ്. വൈകാരിക ബുദ്ധി അല്ലെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസ്. EQ, മറ്റേ IQ ആണ്. ഇത് EQ ആണ്. ഇത് എന്താണെന്ന് ഞാൻ ഒന്ന് പറയാം, എഴുതി വെച്ചോളൂ. സ്വന്തം വികാരങ്ങളെയും മറ്റുള്ളവരുടെ വികാരങ്ങളെയും തിരിച്ചറിയാനും, അവയെ നിയന്ത്രിക്കാനും, ജീവിത വിജയത്തിനായി ഉപയോഗപ്പെടുത്താനുമുള്ള കഴിവിനെയാണ് വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത്. സ്വന്തം വികാരങ്ങളെയും മറ്റുള്ളവരുടെ വികാരങ്ങളെയും തിരിച്ചറിയാനും അവയെ നിയന്ത്രിക്കാനും ജീവിത വിജയത്തിനായി ഉപയോഗപ്പെടുത്താനുമുള്ള ഒരാളുടെ കഴിവിനെയാണ് വൈകാരിക ബുദ്ധി എന്ന് വിളിക്കുന്നത്. ഇമോഷണൽ ഇന്റലിജൻസ്, വൈകാരിക ബുദ്ധി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്, ഇമോഷണൽ ഇന്റലിജൻസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തികളുടെ പേര് പീറ്റർ സലോവ, ജോൺ മേയർ. വൈകാരിക ബുദ്ധി എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ആളുടെ പേരാണ്, രണ്ടാളാണ്, പീറ്റർ സലോവെ, ജോൺ മേയർ. എന്നാൽ വൈകാരിക ബുദ്ധിയെ ജനകീയമാക്കിയത് ഡാനിയൽ ഗോൾമാൻ. ഏറ്റവും കൂടുതൽ വൈകാരിക ബുദ്ധി എന്ന ഈ ഒരു റിസർച്ചിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ വ്യക്തിയാണ് ഡാനിയൽ ഗോൾമാൻ. അയാളുടെ പുസ്തകത്തിന്റെ പേര് തന്നെ ഇമോഷണൽ ഇന്റലിജൻസ്, വൈ ഇറ്റ് ക്യാൻ മാറ്റർ മോർ ദാൻ IQ എന്നാണ്. ഇമോഷണൽ ഇന്റലിജൻസ്, വൈ ഇറ്റ് ക്യാൻ മാറ്റർ മോർ ദാൻ IQ. ഇതാണ് അദ്ദേഹത്തിന്റെ പുസ്തകം. 1995 ഡാനിയൽ ഗോൾമാൻ ഈ പുസ്തകം. ഇതൊക്കെ അടുത്ത കാലത്താണ്. ഇമോഷണൽ ഇന്റലിജൻസ്. ബുക്കിന്റെ പേര് ഒന്നുകൂടെ പറയാം. ആ ബുക്കിന്റെ പേര് ഇമോഷണൽ ഇന്റലിജൻസ്, വൈ ഇറ്റ് ക്യാൻ മാറ്റർ മോർ ദാൻ IQ. ഇമോഷണൽ ഇന്റലിജൻസ്, വൈ ഇറ്റ് ക്യാൻ മാറ്റർ മോർ ദാൻ IQ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്.
ഇതിന് വൈകാരിക ബുദ്ധിക്ക് 5 ഘടകങ്ങളാണുള്ളത്. ഈ 5 ഘടകങ്ങൾ ഒന്ന് പഠിച്ചു വെക്കണം. പല ടെറ്റ് പരീക്ഷയിലും താഴെ കൊടുത്തവയിൽ വൈകാരിക ബുദ്ധിയുടെ ഘടകമല്ലാത്തത് ഏത്, ഘടകമേത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് 5 ഘടകങ്ങൾ വൈകാരിക ബുദ്ധിക്കുണ്ട്. ഒന്നാമത്തെ ഘടകം വൈകാരിക ബുദ്ധിയുടെ ഘടകങ്ങൾ, 1 സ്വാവബോധം അല്ലെങ്കിൽ സെൽഫ് അവയർനെസ്. സ്വാവബോധം, സെൽഫ് അവയർനെസ്, സ്വന്തം വികാരങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവിനെയാണ് പറയാം. സ്വാവബോധം അല്ലെങ്കിൽ സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞാൽ സ്വന്തം വികാരങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവ്. ഒരാൾ നല്ലോ ദേഷ്യപ്പെടുകയാണ്, ആ ദേഷ്യപ്പെടുമ്പോൾ ഞാൻ ദേഷ്യപ്പെടുകയാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ള വലിയ സംഭവമാണ്. ആ തിരിച്ചറിവ് ഇല്ലാതെക്കുമ്പോഴാണ് നമ്മൾ ആവശ്യമില്ലാത്ത ആൾക്കാരോട് വെറുതെ ചൂടാവുക. ഞാൻ ഒരാളോട് ദേഷ്യപ്പെടുകയാണെന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടെങ്കിൽ നമ്മൾ അയാളോട് ചൂടാവില്ല, ആ വികാരത്തെ നിയന്ത്രിക്കും. അതാണ്. അപ്പൊ സെൽഫ് അവയർനെസ്, അപ്പൊ ഒരു ഭയങ്കര കരച്ചില് കുറെ ആൾക്കാർ കാണുകയാണ്, അപ്പൊ നമ്മൾ സ്വാഭാവികം നിയന്ത്രിക്കാൻ ശ്രമിക്കും. അത് ഈക്യു ഇല്ലാത്ത ആൾക്ക് നിയന്ത്രിക്കാൻ കഴിയൂല. അപ്പൊ അതാണ് സ്വാവബോധം. രണ്ടാമത്തത് ആത്മനിയന്ത്രണം അല്ലെങ്കിൽ സെൽഫ് റെഗുലേഷൻ. ഞാൻ ഇംഗ്ലീഷ് വേർഡ് എഴുതുന്നത് എന്താ വെച്ചാൽ ഈ മലയാളങ്ങളെ കൂട്ടത്തിൽ എഴുതി വെക്കണം. മലയാള പദങ്ങൾ പലതും പല രീതിയിലാണ് വരിക. ഒരേ പദം ആയിക്കോളുന്നില്ല, പല ചോദ്യകർത്താവ് ഇടുമ്പോൾ അതിനനുസരിച്ച് വരും. പക്ഷെ ഇംഗ്ലീഷ് പദം ഒരിക്കലും മാറൂല. സെൽഫ് റെഗുലേഷൻ, ആത്മനിയന്ത്രണം. ഒന്നാമത്തത് സ്വാവബോധമാണ്, എന്താണ് തന്റെ വികാരം, അതിനെക്കുറിച്ചുള്ള അറിവാണ്. ആത്മനിയന്ത്രണം എന്ന് പറഞ്ഞാൽ തിരിച്ചറിഞ്ഞ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ്. തിരിച്ചറിഞ്ഞ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവിനെയാണ് ആത്മനിയന്ത്രണം, സെൽഫ് റെഗുലേഷൻ. ഒരാൾക്ക് ഭയങ്കര ദേഷ്യം വരുമ്പോൾ എടുത്തു ചാടി പ്രവർത്തിക്കുന്നതിന് പകരം തിങ്ക് ബിഫോർ യു ലീപ് എന്ന് പറയും. അതാണ് ആത്മനിയന്ത്രണം. തിങ്ക് ബിഫോർ യു ലീപ്, ചാടുന്നതിന് മുമ്പ് നമ്മളൊന്ന് ചിന്തിക്കണം. അതാണ് ആത്മനിയന്ത്രണം. ആത്മനിയന്ത്രണം ഇല്ലാത്ത ആൾക്കാരാണ് ഒന്ന് കേട്ടിട്ട് രണ്ടാമത്തേന് മതങ്ങളൊക്കെ തമ്മിലുള്ള വർഗീയ കലാപങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കേട്ടോ ശരിയാണോ ഒന്നും നമ്മൾ ചിന്തിക്കാതെ ഒറ്റപ്പോക്കാണ് അപ്പുറത്തുള്ള ആളെ കൊല്ലാൻ. അത് ആത്മനിയന്ത്രണം ഇല്ലാത്തത് കൊണ്ടാണ്. മൂന്നാമത്തത് ആത്മചോദനം അല്ലെങ്കിൽ സെൽഫ് മോട്ടിവേഷൻ. ആത്മചോദനം, സെൽഫ് മോട്ടിവേഷൻ. ആത്മചോദനം, സെൽഫ് മോട്ടിവേഷൻ. ലക്ഷ്യം നേടാനായി സ്വയം പ്രചോദിപ്പിക്കാനുള്ള കഴിവിനെയാണ് ആത്മചോദനം. ഒരു ലക്ഷ്യം നേടാൻ സ്വന്തം മോട്ടിവേഷൻ, സ്വയം പ്രചോദിപ്പിക്കുക. ഒരു പരാജയം ഉണ്ടായാലും തളരാതെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുക. അതാണ് യഥാർത്ഥത്തിൽ ആത്മചോദനം. ഒരു പ്രശ്നം വരുമ്പോൾ പരാജയപ്പെടുന്ന ഇത് ഒട്ടുമില്ലാത്ത ആൾക്കാരാണ് ആത്മഹത്യ ചെയ്യുക. ഒരു ക്രൈസിസ് വരുമ്പോൾ ആത്മഹത്യ ചെയ്യുന്ന ആളുകൾക്ക് ആത്മചോദനമില്ല. ഒരു ക്രൈസിസ് വരുമ്പോൾ നമ്മൾ വീണ്ടും വിചാരിക്കും മറ്റൊരു സമയത്ത് അത് സോൾവ് ആവും, കുറച്ചുകൂടെ നല്ലൊരു ഇത് എന്തായാലും നമ്മൾ പറയാം ശുഭാപ്തി വിശ്വാസി അല്ലെങ്കിൽ ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറയുമ്പോൾ ഒപ്റ്റിമിസ്റ്റിക്. അപ്പോൾ നല്ല ഒപ്റ്റിമിസം ഉള്ള ആൾക്കാർക്ക് ആത്മചോദനം ചെയ്യാൻ പറ്റും. നാലാമത്തത് അനുതാപം അല്ലെങ്കിൽ സഹാനുഭൂതി, എംപതി എന്ന് ഇംഗ്ലീഷിൽ പറയും. എംപതി, സഹാനുഭൂതി അല്ലെങ്കിൽ അനുതാപം. മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവിനെയാണ് സഹാനുഭൂതി എന്ന് പറയാം. മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ്. അതായത് മറ്റുള്ളവരുടെ വിഷമം നമ്മളെ വിഷമം പോലെ കാണുക. സിമ്പതിയും എമ്പതിയും തമ്മിൽ വ്യത്യാസമുണ്ട്. സിമ്പതി എന്ന് പറഞ്ഞാൽ അതിപ്പോ ഒരാളെ വിഷമിക്കുമ്പോൾ പാവട്ടോ എന്ന് പറയുന്നതാണ് സിമ്പതി. ഒരു കണ്ണുപൊട്ടനെ അല്ലെങ്കിൽ ഒരു ബ്ലൈൻഡ് മാനെ നമ്മൾ കാണുന്നു, അയാൾ പാവട്ടോ കണ്ണില്ലാത്ത മനുഷ്യനാട്ടോ എന്ന് പറയുന്നത് സിമ്പതിയാണ്. എന്നാൽ അയാളെ കൈപിടിച്ച് അയാൾക്ക് ഇരിക്കേണ്ട സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഇരുത്തുന്നതാണ് എംപതി. അപ്പൊ യഥാർത്ഥത്തിൽ ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ള ഒരു വ്യക്തിക്ക് സിമ്പതി അല്ല വേണ്ടത്, എംപതിയാണ്. മറ്റുള്ളവരുടെ വികാരങ്ങൾ കൂടി മനസ്സിലാക്കണം. അതായത് എനിക്ക് മാത്രമല്ല ദേഷ്യപ്പെടാൻ കഴിയുക, മറ്റുള്ളവരും ദേഷ്യപ്പെടാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ കൺട്രോൾ ചെയ്യും. ഏറ്റവും അവസാനത്തത് സാമൂഹിക നൈപുണികൾ അഥവാ സോഷ്യൽ സ്കിൽ. സോഷ്യൽ സ്കിൽ, സാമൂഹിക നൈപുണികൾ അല്ലെങ്കിൽ സോഷ്യൽ സ്കിൽ. മറ്റുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും നിലനിർത്താനുമുള്ള കഴിവാണ്. മറ്റുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും നിലനിർത്താനുമുള്ള കഴിവിനെയാണ് നമ്മൾ സാമൂഹിക നൈപുണികൾ എന്ന് പറയുന്നത്. അപ്പൊ 5 ഘടകങ്ങളാണ് ഇമോഷണൽ
ഇന്റലിജൻസിനുള്ളത്. ഒന്ന് സെൽഫ് അവയർനെസ്, സ്വന്തം വികാരങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവ്. 2 ആത്മനിയന്ത്രണം, തിരിച്ചറിഞ്ഞ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ്. 3 ആത്മചോദനം, സെൽഫ് മോട്ടിവേഷൻ, ലക്ഷ്യങ്ങൾ നേടാനായി സ്വയം പ്രയോജിപ്പിക്കാനുള്ള കഴിവ്. 4 അനുതാപം അല്ലെങ്കിൽ സഹാനുഭൂതി അല്ലെങ്കിൽ എംപതി, മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ്. 5 സാമൂഹിക നൈപുണികൾ, സോഷ്യൽ സ്കിൽ, മറ്റുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനുള്ള കഴിവ്. ഓക്കെ, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പറയാം. ഫെബ്രുവരി 2022 ചോദിച്ച ചോദ്യം, ഡാനിയൽ ഗോൾമാൻ മുന്നോട്ട് വെച്ച വൈകാരിക ബുദ്ധിയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ പെടാത്തതേത്? എ ആത്മബോധം, ബി സ്വയം അവബോധം, സി സഹാനുഭൂതി, ഡി ആത്മചോദനം. ഏതാണ്? ടൈപ്പ് ചെയ്തോളൂ. അടിസ്ഥാന ഘടകങ്ങളിൽ പെടാത്തത്: എ ആത്മബോധം, സെൽഫ് എസ്റ്റീം, ബി സ്വയം ബോധം, സെൽഫ് അവയർനെസ്, സി സഹാനുഭൂതി, എംപതി, ഡി ആത്മചോദനം, സെൽഫ് മോട്ടിവേഷൻ. എ ആണ് ആത്മബോധം. സ്വയം ബോധം വേണം, പക്ഷെ ആത്മബോധം എന്ന് പറഞ്ഞാൽ ഞാനാണ് വലുത് എന്നുള്ള ബോധമാണ്, അതല്ല, അത് പാടില്ല. നവംബർ 2026 ചോദിച്ചതാണ്, വൈകാരിക ബുദ്ധിയുടെ സവിശേഷതകളിൽ പെടാത്തത്: എ സ്വന്തം വികാരങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവ്, ബി വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ്, സി ആത്മസാക്ഷാത്കാരം, ഡി മറ്റുള്ളവരുടെ വികാരങ്ങൾ തിരിച്ചറിയൽ. ആത്മസാക്ഷാത്കാരം. അടുത്ത 21 ടൈപ്പ് ചെയ്തിട്ടുള്ളൂ കേട്ടോ, എല്ലാവർക്കും ടൈപ്പ് ചെയ്യാൻ പറ്റും, പറയുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. ഡിസംബർ 2020 വൈകാരിക ബുദ്ധിയുടെ നിർവചനമായി കണക്കാക്കാവുന്നത്: എ സ്വന്തം വികാരത്തെ നിയന്ത്രിക്കാനുള്ള കഴിവ്, ബി മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ്, സി സ്വയം പ്രചോദിതമാകാനുള്ള കഴിവ്, ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ആൻസർ മുകളിൽ പറഞ്ഞവ എല്ലാം. അപ്പോ ഇത്രയാണ് ഈ EQ, ഇമോഷണൽ ക്വസ്റ്റ്യൻ, ഇമോഷണൽ ഇന്റലിജൻസ്. ഇനി നമുക്ക് പഠനത്തെ സ്വാധീനിക്കുന്ന മറ്റ് ഘടകങ്ങളാണ്. പഠനത്തെ സ്വാധീനിക്കുന്ന മറ്റ് ഘടകങ്ങൾ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ്, ഇതെല്ലാം ഫാക്ടേഴ്സ് തന്നെയാണ്. ഇനി മറ്റ് ഘടകങ്ങൾ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ്, പഠനത്തെ സ്വാധീനിക്കുന്ന ബുദ്ധി, പഠനത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുപോലെയുള്ള മറ്റു ഘടകങ്ങൾ. അതിൽ ഒന്നാമത്തത് അഭിപ്രേരണ അല്ലെങ്കിൽ മോട്ടിവേഷൻ. അഭിപ്രേരണ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത്. 20 മിനിറ്റ് കൂടി ഉണ്ട്. 20 മിനിറ്റ് നമ്മൾ വേസ്റ്റ് ആക്കണ്ട, പരമാവധി പോയിന്റുകൾ കവർ ചെയ്ത് പോവാം. അഭിപ്രേരണ. അഭിപ്രേരണ എന്ന് പറഞ്ഞാൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അഭിപ്രേരണ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന ആന്തരിക ശക്തിയാണ്. ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന ആന്തരിക ശക്തിയെയാണ് അഭിപ്രേരണ എന്ന് വിളിക്കുന്നത്. ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന ആന്തരിക ശക്തിയാണ് അഭിപ്രേരണ. പഠനത്തിലേക്കുള്ള രാജപാത എന്ന് സ്കിന്നർ വിശേഷിപ്പിച്ചത് അഭിപ്രേരണയാണ്. പഠനത്തിലേക്കുള്ള രാജപാത, സൂപ്പർ ഹൈവേ ടു ലേണിംഗ്, സൂപ്പർ ഹൈവേ ടു ലേണിംഗ് എന്ന് അഭിപ്രേരണയെ വിശേഷിപ്പിച്ചത് സ്കിന്നറാണ്. ആവശ്യമാണ്, നീഡാണ് അഭിപ്രേരണയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞത് അബ്രഹാം മാസ്ലോയാണ്. നീഡ് അല്ലെങ്കിൽ ആവശ്യമാണ് അഭിപ്രേരണയുടെ അടിത്തറ എന്ന് പറഞ്ഞത് അബ്രഹാം മാസ്ലോ. 2 തരത്തിലുള്ള അഭിപ്രേരണയാണുള്ളത്. ഒന്ന് ഇൻട്രിൻസിക് മോട്ടിവേഷൻ, മറ്റൊന്ന് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. മോട്ടിവേഷൻ 2 തരത്തിലാണ്. ഒന്ന് ഇൻട്രിൻസിക്, മറ്റൊന്ന് എക്സ്ട്രിൻസിക്. അതിന്റെ മലയാളം ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ ആന്തരിക അഭിപ്രേരണ, എക്സ്ട്രിൻസിക് എന്ന് പറഞ്ഞാൽ ബാഹ്യ അഭിപ്രേരണ. ഇൻട്രിൻസിക് ആന്തരിക അഭിപ്രേരണ, എക്സ്ട്രിൻസിക് ബാഹ്യ അഭിപ്രേരണ. എന്താണ് ആന്തരിക അഭിപ്രേരണ? ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു കുട്ടി കഥ വായിക്കാൻ ഇഷ്ടമായതുകൊണ്ട് കഥാപുസ്തകം വായിക്കുന്നു, അത് ആന്തരിക അഭിപ്രേരണയാണ്. എന്നാൽ അച്ഛൻ പറയാണ്, ഈ കഥാപുസ്തകം മുഴുവൻ വായിച്ചാൽ നിനക്ക് ഞാൻ ഒരു മിഠായി വാങ്ങിത്തരാം എന്ന് പറഞ്ഞിട്ട് വായിക്കുകയാണെങ്കിൽ അതാണ് ബാഹ്യ അഭിപ്രേരണ.
അതായത് ബാഹ്യമായ ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ ഒരു പ്രവൃത്തിയിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷത്തിനോ സംതൃപ്തിക്ക് വേണ്ടിയോ അത് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ആന്തരിക അഭിപ്രേരണ എന്ന് പറയുന്നത്. ഒരു സ്വന്തം സന്തോഷം. ഇപ്പൊ പഠനത്തിൽ തന്നെ കുട്ടികൾക്ക് ഇപ്പോ മാത്സ് വളരെ ഇഷ്ടമുള്ള കുട്ടി കൂടുതൽ പ്രോബ്ലംസ് ചെയ്യും വീട്ടിൽ നിന്ന്. അത് ആന്തരിക അഭിപ്രേരണയാണ്. ടീച്ചർ പറയാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ചെയ്തു വരുന്ന ആൾക്ക് എന്റെ വക ഒരു പ്രത്യേക ഇൻസ്ട്രുമെന്റ് ബോക്സ് സമ്മാനമുണ്ട്, ആ സമ്മാനം വിചാരിച്ചാണ് ചെയ്യുന്നതെങ്കിൽ അത് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. അപ്പോൾ ആന്തരിക അഭിപ്രേരണ അല്ലെങ്കിൽ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ബാഹ്യമായ പ്രതിഫലം ആഗ്രഹിക്കാതെ ഒരു പ്രവൃത്തിയിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷത്തിനോ സംതൃപ്തിക്ക് വേണ്ടിയോ അത് ചെയ്യാം. ചിത്രം വരക്കാനുള്ള കുട്ടി ഇഷ്ടം കൊണ്ട് ചിത്രം വരയ്ക്കുക, വായിക്കുന്നത് ഇഷ്ടം കൊണ്ട് വായിക്കുക, അതൊക്കെ ആന്തരികം. എന്നാൽ ബാഹ്യം എന്ന് പറഞ്ഞാൽ അച്ഛൻ സൈക്കിൾ വാങ്ങി തരാം എന്ന് പറഞ്ഞുകൊണ്ട് പരീക്ഷയ്ക്ക് പഠിക്കും, അല്ലെങ്കിൽ പഠിക്കൂല. എന്നിട്ട് ഈ LSS USS ഒക്കെ ഉണ്ടല്ലോ, ഇപ്പൊ 1500 രൂപ കിട്ടും എന്ന് വിചാരിച്ച് പഠിക്കുകയാണെങ്കിൽ അത് ബാഹ്യ അഭിപ്രേരണയാണ്. എന്നാൽ LSS USS ഒക്കെ ഞാൻ ചേർന്നുകൊണ്ട് എന്റെ പഠനത്തിൽ അതൊരു മുതൽക്കൂട്ടാകും എന്ന് വിചാരിച്ച് പഠിക്കുകയാണെങ്കിൽ അതാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ടീച്ചർ ചീത്ത പറയുന്ന വിചാരിച്ച് ഹോംവർക്ക് ചെയ്യുകയാണെങ്കിൽ അത് ടീച്ചർ ചീത്ത പറയും എന്ന് വിചാരിച്ച് ഹോംവർക്ക് ചെയ്യുകയാണെങ്കിൽ അത് ബാഹ്യ അഭിപ്രേരണയാണ്. സ്വന്തം താല്പര്യം. ഹൈവേ ടു ലേണിംഗ് എന്ന് പറഞ്ഞത് ആരാണ്? ഓക്കെ സൂപ്പർ ഹൈവേ ടു ലേണിംഗ് എന്ന് പറഞ്ഞത് സ്കിന്നർ, ബിഹേവിയറിസ്റ്റ് ആണ് സ്കിന്നറിനല്ല ഓപ്പറന്റ് കണ്ടീഷനിങ്. അതുപോലെ പഠനത്തെ പറ്റി മാഷ് എടുത്തിട്ടുണ്ടാവും. ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്പറന്റ് കണ്ടീഷനിങ് പറഞ്ഞ അത് മുന്നോട്ട് വെച്ച ആളാണ് സ്കിന്നറാണ് പറഞ്ഞത് സൂപ്പർ ഹൈവേ ടു ലേണിംഗ് എന്നുള്ളത്. ഇനി അബ്രഹാം മാസ്ലോ എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ അഭിപ്രേരണ, ഇപ്പൊ ഇൻട്രിൻസിക് എക്സ്റ്റൻഷനും ക്ലിയർ ആയിട്ടുണ്ടാവും. അഭിപ്രേരണയുടെ അടിസ്ഥാന ഘടകം നീഡാണ് എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. അദ്ദേഹം ആവശ്യങ്ങളെ ഒരു ശ്രേണിയായി അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞനാണ് അബ്രഹാം മാസ്ലോ. അതിൽ നിന്ന് ചോദ്യം വരാറുണ്ട്. അബ്രഹാം മാസ്ലോ ആവശ്യങ്ങളെ ശ്രേണിയായിട്ട് 5 ശ്രേണിയായിട്ട് അദ്ദേഹം തരംതിരിച്ചു. ഏറ്റവും താഴെ നിന്ന് ഏറ്റവും മുകളിലുള്ളതാണ് എപ്പോഴും ചോദിക്കുക. ഏറ്റവും താഴെയുള്ളത് ശാരീരിക ആവശ്യങ്ങളാണ്. ഒരു പിരമിഡ് പോലെയാണ് അദ്ദേഹം. ഹൈറാർക്കി ഓഫ് നീഡ്സ്, ആവശ്യങ്ങളുടെ ശ്രേണി, ഒരു മനുഷ്യന്റെ ആവശ്യങ്ങളെ ശ്രേണിയായി അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞനാണ് അബ്രഹാം മാസ്ലോ. ആ ശ്രേണി ഒന്ന് പഠിച്ചു വെക്കണം, വരച്ചു വെക്കണം. അതിൽ നിന്ന് സ്ഥിരമായി ജനറൽ ടെറ്റിന് ചോദ്യങ്ങൾ വരുന്നതാണ്. ഏറ്റവും താഴെയുള്ളത് ശാരീരിക ആവശ്യം, ഫിസിയോളജിക്കൽ നീഡ്സ്. ഒരു മനുഷ്യന് ഫിസിയോളജിക്കൽ നീഡ്സ് പറഞ്ഞാൽ വിശപ്പ്, ദാഹം, ഉറക്കം, സെക്സ്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ അടിസ്ഥാനപരമായ ആവശ്യമാണ്. വിശപ്പ്, ദാഹം, ഉറക്കം, ലൈംഗികത, ഇതൊക്കെ അടിസ്ഥാനം. ഇതാണ് ഏറ്റവും താഴെ തട്ടില്. അതിന് തൊട്ടു മുകളിൽ സേഫ്റ്റി നീഡ്സ് ആണ്. സുരക്ഷിതത്വ ആവശ്യമാണ് തൊട്ടു മുകളിൽ. ഭയം, അപകടം എന്നിവയിലുള്ള സംരക്ഷണം, സാമ്പത്തിക സുരക്ഷിതത്വമൊക്കെ മനുഷ്യൻ വളരെയധികമായി ആഗ്രഹിക്കുന്നതാണ്. മൂന്നാമത്തത് ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡ്സ് എന്ന് പറയും. ലവ് ആൻഡ് ബിലോങ്ങിങ്സ്, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ആവശ്യമാണ്. സ്നേഹിക്കപ്പെടാനും അംഗീകാരം കിട്ടാനൊക്കെ, വെറും സ്നേഹം മാത്രമല്ല, അംഗീകാരമല്ല, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ളതാണ് മൂന്നാമത്തത്. നാലാമത്തത് ആത്മാഭിമാന ആവശ്യം, സെൽഫ് എസ്റ്റീം, ആത്മാഭിമാനം. ഇവിടെയാണ് മറ്റുള്ളവരുടെ ആദരവ്, ബഹുമാനം, അംഗീകാരം. ആത്മാഭിമാനം, സെൽഫ് എസ്റ്റീം, ഇവിടെയാണ് മറ്റുള്ളവരുടെ അംഗീകാരം, ആദരവ്, ബഹുമാനം. ഏറ്റവും മുകളിൽ സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം. സെൽഫ് ആക്ച്വലൈസ്. അപ്പൊ 5 തട്ടുകളാക്കിയിട്ടാണ് അബ്രഹാം മാസ്ലോ മനുഷ്യന്റെ ആവശ്യങ്ങളെ വർഗീകരിച്ചത്. ഏറ്റവും താഴെയുള്ളതും ഏറ്റവും മുകളിലുള്ളതും ചോദിക്കാറുണ്ട്. എന്നാൽ ചില ടെറ്റ് പരീക്ഷയ്ക്ക് ടൈറ്റ് ആക്കി ഇടുന്ന ആളുകൾ ഇടയിലുള്ളതും ചോദിക്കലുണ്ട്, ഇതിന്റെ ഇടയിലുള്ളത്. അപ്പൊ അത് നന്നായി നമ്മൾ പഠിച്ചു വെക്കണം. മുകളിലത്തത് ഏതാണ്? ഏതാ ഏറ്റവും മുകളിലുള്ള സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം.
ഇനി ഞാൻ ഓരോന്നും പറയാം. ഏറ്റവും താഴെ ശാരീരിക ആവശ്യം, ഫിസിയോളജിക്കൽ നീഡ്സ്, വിശപ്പ്, ദാഹം, ഉറക്കം, ലൈംഗികത ഒക്കെ അതിലാ വരുന്നത്. തൊട്ടു മുകളിൽ സേഫ്റ്റി നീഡ്സ്, സുരക്ഷിതത്വ ആവശ്യങ്ങൾ, ഭയം, അപകടം എന്നിവയുള്ള സംരക്ഷണം, സാമ്പത്തിക സുരക്ഷിതത്വം ഒക്കെ അതിലാ വരുന്നത്. മൂന്നാമത്തത് ലവ് ആൻഡ് ബിലോങ്ങിങ്സ്, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും, കുടുംബം, സുഹൃത്തുക്കൾ, സമൂഹം എന്നിവയിലുള്ള സ്നേഹം. അതിന് നേരെ മുകളിൽ സെൽഫ് എസ്റ്റീം, മറ്റുള്ളവരുടെ ആദരവ്, ബഹുമാനം, പദവി എന്നിവ ആഗ്രഹിക്കുക. അത് മനുഷ്യന്റെ ആഗ്രഹമാണ്, പദവികൾ കിട്ടുക എന്നൊക്കെയുള്ള. ഇനി ഏറ്റവും മുകളിൽ, അതിനൊക്കെ ഏറ്റവും ടോപ്പിൽ എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരം. ഒരാളുടെ കഴിവ് പൂർണ്ണമായി വികസിപ്പിച്ച് അയാൾക്കാകാൻ കഴിയുന്നതിന്റെ പരമാവധി ഉന്നതിയിലെത്തുക എന്നുള്ളതാണ് ആത്മസാക്ഷാത്കാരം. ഗാന്ധിജി, മദർ തെരേസ, അതുപോലെ വലിയ വലിയ സന്യാസിമാരൊക്കെ ആത്മസാക്ഷാത്കാരം, അവരുടെ എല്ലാ കഴിവുകളും പൂർണ്ണമായി വികസിപ്പിച്ച് അതിന്റെ ഏറ്റവും ടോപ്പിലെത്തുന്നതാണ് ആത്മസാക്ഷാത്കാരം. ഇങ്ങനെയുള്ള ആളുകൾക്ക് വല്ലാതെ അംഗീകാരം മറ്റൊന്നും ഇഷ്ടപ്പെടില്ല, കാരണം അതിനകത്ത് അംഗീകാരം കിട്ടിയ ആളുകളായിരിക്കും. ഇതാണ് ഈ അബ്രഹാം മാസ്ലോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നീഡ്, ഹൈറാർക്കി ഓഫ് നീഡ്സ്. ഓക്കെ, ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ്. അടുത്തത് പഠനാന്തരണം, ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. പഠനാന്തരണം എന്ന് മലയാളത്തിൽ പറയും. ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. 3 തരത്തിലുള്ള പഠനാന്തരണമാണുള്ളത്. ഒന്ന് അനുകൂല സംക്രമണം അഥവാ പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. ഒരു കാര്യം പഠിക്കുന്നത് മറ്റൊരു കാര്യത്തെ പഠിക്കാൻ സഹായിക്കുന്ന അവസ്ഥയാണ്. ഒരു കാര്യം, മുമ്പ് പഠിച്ച ഒരു കാര്യം ഇപ്പോൾ പഠിക്കുന്ന ഒരു കാര്യത്തെ പഠിക്കാൻ സഹായിക്കുന്ന അവസ്ഥ. അറിയില്ല, രണ്ടാമത്തെ ഇത് വാങ്ങിയത് ഞാൻ എവിടെ വെച്ചു. മൈക്ക് ഓഫ് ചെയ്യൂ പ്ലീസ്. മൈക്ക് ഓഫ് ചെയ്ത് സംസാരിക്കൂ. നമുക്കറിയാം, സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിൽ ബൈക്ക് ഓടിക്കാൻ പറ്റുമെന്ന് പറയല്ലോ. നന്നായി ആദ്യം ചെറുപ്പത്തിൽ സൈക്കിൾ ചോട്ടാൻ പഠിച്ചില്ലെങ്കിൽ ബൈക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. അത് പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ്. മുമ്പ് പഠിച്ചത് ഇപ്പോഴത്തെ പഠനത്തെ സഹായിക്കും. ഗണിതം നന്നായി പഠിക്കുന്ന ആൾക്ക് ഫിസിക്സ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗിന്റെ മലയാളം എന്താ? പഠനാന്തരണം. ഓക്കെ, അല്ലെങ്കിൽ പഠന സംക്രമണം എന്ന് പറയട്ടോ. മലയാളം പല പദങ്ങൾ ഉണ്ടാവും. പഠനാന്തരണം, പഠന സംക്രമണം എന്നൊക്കെ പറയും. ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്നാണ് ഇംഗ്ലീഷ്. അനുകൂല സംക്രമണം, പോസിറ്റീവ് ട്രാൻസ്ഫർ ലേണിംഗിന്റെ പോസിറ്റീവ് ട്രാൻസ്ഫർ ലേണിംഗിന്റെ അനുകൂല സംക്രമണം, പോസിറ്റീവ്. ഒന്നുകൂടി ഞാൻ പറയാം. സൈക്കിൾ ചവിട്ടാൻ അറിയുന്ന ആൾക്ക് ബൈക്ക് ഓടിക്കാൻ, ഗണിതം പഠിച്ചാൽ ഫിസിക്സിനെ സഹായിക്കുന്നു, ടൈപ്പ് റൈറ്റർ പഠിച്ചത് കമ്പ്യൂട്ടർ കീബോർഡ് ഉപയോഗിക്കാൻ സഹായിക്കുന്നു. അതായത് മുമ്പ് പഠിച്ച കാര്യം പുതുതായിട്ട് പഠിക്കുന്ന കാര്യത്തെ അനുകൂലമായി ഹെൽപ്പ് ചെയ്യുന്നെങ്കിൽ അതാണ് പോസിറ്റീവ് ട്രാൻസ്ഫർ. രണ്ടാമത്തത് നെഗറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്, പ്രതികൂല സംക്രമണം. പ്രതികൂല സംക്രമണം. നേരത്തെ പഠിച്ച ഒരു കാര്യം പുതിയൊരു കാര്യം പഠിക്കുന്നതിന് തടസ്സമായി വരികയാണെങ്കിൽ അതാണ് നെഗറ്റീവ്. നേരത്തെ പഠിച്ച ഒരു കാര്യം പുതിയൊരു കാര്യം പഠിക്കുന്നതിന് തടസ്സമായി വരുന്നതിനാണ്. ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം. മലയാള വ്യാകരണം നന്നായി പഠിച്ചപ്പോ ഉദാഹരണത്തിന് മലയാളത്തിൽ ഇപ്പൊ നമ്മൾ പറയാ രാമൻ പാമ്പിനെ കൊന്നു. സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, വെർബ്. ഈ കുട്ടി ഇംഗ്ലീഷ് പഠിക്കുമ്പോ രാമൻ എ സ്നേക്ക് കിൽഡ് എന്ന് എഴുതും. അതായത് മലയാള ഗ്രാമർ നന്നായി പഠിച്ചത് ഇംഗ്ലീഷ് ഗ്രാമറിനെ പ്രതികൂലമായി ബാധിക്കുന്നു. അങ്ങനെയുള്ള ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ് നെഗറ്റീവ് ട്രാൻസ്ഫർ. ഇന്ത്യയിൽ വലതുവശത്ത് ഡ്രൈവ് ചെയ്ത് ശീലിച്ച ഒരാൾ അമേരിക്കയിൽ ഇടതുവശം ചെയ്ത് അവിടെ അമേരിക്കയിൽ പോയിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഭയങ്കര പ്രയാസം വരും. കാരണം നമ്മളെ വലതുവശം അവിടെ ഇടതുവശമാണല്ലോ. അപ്പോ അതും നെഗറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ്. ഇനി മൂന്നാമത്തത് സീറോ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്, ശൂന്യ സംക്രമണം എന്ന് പറയും. സീറോ. ഒരു അറിവ് പുതിയൊരു അറിവിനെ സഹായിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യാത്ത അവസ്ഥയാണ്. നമുക്ക് പേര് തന്നെ കിട്ടും. ചരിത്രം പഠിക്കുന്നത് ഡ്രൈവിങ്ങിനെ ബാധിക്കൂല. ക്രിക്കറ്റ് കളിക്കാനുള്ള കഴിവ് കണക്ക് പഠിക്കാൻ സഹായിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ
പരസ്പരം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും സഹായകം ഇല്ലെങ്കിൽ അതിനാണ് നമ്മൾ നെഗറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇത്രയാണ് പോസിറ്റീവ്, നെഗറ്റീവ്, സീറോ. നെക്സ്റ്റ്, പഠനാന്തരണ സിദ്ധാന്തങ്ങൾ, തിയറീസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. പഠനാന്തരണ സിദ്ധാന്തങ്ങൾ, അതിന്റെ ആളെ പേരും ആ സിദ്ധാന്തം മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, വേറെ ഒന്നും പഠിക്കണ്ട. അപ്പൊ ഞാൻ പെട്ടെന്ന് പറയാം. പഠനാന്തരണ സിദ്ധാന്തം ഒന്ന്, തിയറി ഓഫ് മെന്റൽ ഡിസിപ്ലിൻ, മാനസിക അച്ചടക്ക സിദ്ധാന്തം. തിയറി ഓഫ് മെന്റൽ ഡിസിപ്ലിൻ, തിയറി ഓഫ് മെന്റൽ ഡിസിപ്ലിൻ. മാനസിക അച്ചടക്ക സിദ്ധാന്തം, തിയറി ഓഫ് മെന്റൽ ഡിസിപ്ലിൻ, അല്ലെങ്കിൽ ഫോർമൽ ഡിസിപ്ലിൻ എന്ന് പറയും. വേറെ പേര് ഫോർമൽ ഡിസിപ്ലിൻ, ഔപചാരിക ശിക്ഷണ നിയമം എന്ന് പറയും. ഫോർമൽ ഡിസിപ്ലിൻ. ഇത് മുന്നോട്ട് വെച്ച ആളുടെ പേര് ഏതാ? ക്രിസ്ത്യൻ വൂൾഫ്. ക്രിസ്ത്യൻ വൂൾഫ് എന്ന് പറയുന്ന ആളാണ് തിയറി ഓഫ് മെന്റൽ ഡിസിപ്ലിൻ. ഇനി രണ്ടാമത്തത്, തിയറി ഓഫ് ഐഡന്റിക്കൽ കോമ്പണൻസ്. തിയറി ഓഫ് ഐഡന്റിക്കൽ കോമ്പണൻസ്, തിയറി ഓഫ് ഐഡന്റിക്കൽ കോമ്പണൻസ്. അതിന്റെ മലയാളം സമാന ഘടക സിദ്ധാന്തം. തിയറി ഓഫ് ഐഡന്റിക്കൽ കോമ്പണൻസ്, സമാന ഘടക സിദ്ധാന്തം. മുന്നോട്ട് വെച്ചത് തൊണ്ടൈക്ക്. നേരത്തെ പറ്റി നമ്മൾ പഠിച്ചതാണ്, നേരത്തെ പറഞ്ഞാണ്. അത്ര മതി, ബാക്കിയൊന്നും നമ്മൾ പഠിക്കണ്ട, പേരിത് മാത്രം. അടുത്തത് സാമാന്യവൽക്കരണ സിദ്ധാന്തം, തിയറി ഓഫ് ജനറലൈസേഷൻ. സാമാന്യവൽക്കരണ സിദ്ധാന്തം, തിയറി ഓഫ് ജനറലൈസേഷൻ. ചാൾസ് ജഡ്, ജൂഡ് എന്നും പറയാറുണ്ട്. ചാൾസ് ജഡ് എന്നും പറയും, ജൂഡ് എന്നും പറയും. തിയറി ഓഫ് ജനറലൈസേഷൻ. അടുത്ത നാലാമത്തത്, തിയറി ഓഫ് ട്രാൻസ്പോസിഷൻ. മലയാളം പറയാം. തിയറി ഓഫ് ട്രാൻസ്പോസിഷൻ. തിയറി ഓഫ് ട്രാൻസ്പോസിഷൻ. ഇതിന് ട്രാൻസ്പോസിഷൻ സിദ്ധാന്തം തന്നെയാണ് സാധാരണ പറയാം. മലയാളം സാധാരണ ഉപയോഗിച്ച് കാണുന്നില്ല. ഇത് മുന്നോട്ട് വെച്ചത് കോഹ്ലർ. അദ്ദേഹം ഗസ്റ്റാൾട്ട് സൈക്കോളജിയുടെ വക്താവാണ്. ഗസ്റ്റാൾട്ട് സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഭാഗങ്ങളല്ല, മൊത്തത്തിലാണ് പ്രാധാന്യം എന്ന് പറയുന്ന സൈക്കോളജിയാണ്. അതൊക്കെ വേറൊരു ഏരിയ ആണ്. അടുത്ത ആദർശ സിദ്ധാന്തം, അല്ലെങ്കിൽ തിയറി ഓഫ് ഐഡിയൽസ്. ആദർശ സിദ്ധാന്തം അല്ലെങ്കിൽ തിയറി ഓഫ് ഐഡിയൽസ്. ബാഗ്ലി എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞനാണ് ഈ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. തിയറി ഓഫ് ഐഡിയൽസ്. ഇത്രയാണ് പ്രധാനപ്പെട്ട പഠനാന്തരണ സിദ്ധാന്തങ്ങൾ. ആ സിദ്ധാന്തവും പേര് മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക. നെക്സ്റ്റ്, അടുത്ത ലാസ്റ്റ് ഏരിയ, പഠന വൈകല്യം. ഐഡിയൽസിന്റെ ആളെ പേരൊന്ന് പറയോ? ബാഗ്ലി. ഓക്കെ. ഇനി പഠന വൈകല്യങ്ങൾ, പ്രധാനപ്പെട്ട പഠന വൈകല്യം. ഒന്ന്, ഡിസ്ലെക്സിയ, വായിക്കാനുള്ള കഴിവില്ലായ്മ, വായനാ വൈകല്യം എന്നാണ് ഇത് പറയാം. ഡിസ്ലെക്സിയ, അക്ഷരങ്ങൾ മാറി വായിക്കുക. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പഠന വൈകല്യം എന്ന് പറയുന്നത് നമ്മൾ മെന്റൽ റിട്ടാർഡേഷനെ പോലെയുള്ള ഒന്നല്ല. പഠന വൈകല്യമുള്ള കുട്ടിക്ക് ബുദ്ധിയില്ല എന്നർത്ഥമല്ല. ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രയാസം അനുഭവിക്കുന്ന കുട്ടിയാണ് നമ്മൾ പഠന വൈകല്യമുള്ള കുട്ടി എന്ന് പറയാം. അതിൽ ബുദ്ധിയില്ലാത്ത കുട്ടീനെ നമ്മൾ പഠന വൈകല്യം എന്ന് പറയില്ല. പഠന വൈകല്യം വേറൊരു ഏരിയയാണ്. അപ്പോൾ പഠന വൈകല്യം, വായനയിൽ ഇപ്പൊ അക്ഷരങ്ങൾ മാറിപ്പോവുക. ലത എന്ന് വായിക്കുന്നിടത്ത് തല എന്ന് വായിക്കുക, അങ്ങനെ മാറി വായിക്കുക. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഡിസ്ലെക്സിയ. രണ്ടാമത്തെ ഡിസ്ഗ്രാഫിയ. ഇതേപോലെ തന്നെ എഴുത്തിലുള്ള പ്രശ്നം. ഡിസ്ഗ്രാഫിയ, എഴുത്തിലുള്ള പ്രശ്നം.
അക്ഷരങ്ങള്, വികൃതമായ കൈപ്പടകള്, അക്ഷരത്തിന്റെ വലിപ്പത്തിൽ വ്യത്യാസം, അതേപോലെ കണ്ണും കൈയും തമ്മിലുള്ള ഏകോപന കുറവ്, അതൊക്കെ ഡിസ്ഗ്രാഫിയാണ്. നമുക്കറിയാലോ, നമ്മൾ തന്നെ താരെ സമീൻ എന്നുള്ള ചിത്രത്തിൽ ഒരു ലേണിംഗ് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടിയെ പറ്റി കൃത്യമായി പറയുന്നുണ്ട് ആ ഹിന്ദി സിനിമയിൽ. അപ്പോ അക്ഷരങ്ങളൊക്കെ മാറി ആയിട്ടാണ് തോന്നുക. അതൊരു ലേണിംഗ് ഡിസബിലിറ്റിയാണ്. മൂന്നാമത്തെ ഡിസ്കാൽക്കുലിയ. കണക്ക് കൂട്ടുന്നതിലുള്ള പ്രശ്നമാണ്. സംഖ്യകളും കണക്ക് കൂട്ടുന്ന പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. കണക്ക് കൂട്ടുന്നതിലുള്ള പ്രശ്നം. അടുത്ത ഡിസ്പ്രാക്സിയ. ചാലക വൈകല്യം എന്നാണ് മലയാളത്തിൽ പറയാം. പേശികളുടെ ചലനം ഏകോപിപ്പിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഷൂലേസ് കെട്ടാനൊക്കെ കുട്ടികൾക്ക് പ്രയാസം ഉണ്ടാവും, ബട്ടൺ ഇടാൻ പ്രയാസം ഉണ്ടാവും, പന്ത് ശരിക്കും പിടിക്കാൻ പ്രയാസം ഉണ്ടാവും, ചിത്രം വരക്കാൻ പ്രയാസം ഉണ്ടാകും. ഇങ്ങനെയുള്ള പ്രയാസങ്ങളാണ് ഡിസ്പ്രാക്സിയ. വേറൊന്ന് ഡിസ്ഫേസിയ. വേറൊരു പദം അതിന് അതേപോലെ തന്നെ അഫാസിയ. ഡിസ്ഫേസിയ അല്ലെങ്കിൽ അഫാസിയ എന്ന് പറഞ്ഞാൽ ഭാഷാ വൈകല്യം. ആശയവിനിമയം നടത്താനും ഭാഷ മനസ്സിലാക്കാനുമുള്ള കഴിവില്ലായ്മക്കാണ് അത് പറയാം. വേറൊന്ന് ഡിസ്ഓർത്തോഗ്രഫി. ഡിസ്ഫേസിയ അല്ലെങ്കിൽ അഫാസിയ എന്ന് പറഞ്ഞാൽ ആശയവിനിമയത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, കമ്മ്യൂണിക്കേഷൻ മിസ് പ്രോബ്ലം, ഭാഷ മനസ്സിലാകാതെക്കുക, സംസാരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, ഇതൊക്കെയാണ് ഡിസ്ഫേസിയ. ഡിസ്ഓർത്തോഗ്രഫി, അക്ഷരത്തെറ്റ്. ഡിസ്ഓർത്തോഗ്രഫി ഇത് അക്ഷരത്തെറ്റ് എത്ര നമ്മൾ പറഞ്ഞു കൊടുത്താലും അക്ഷരത്തെറ്റ് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഇത് ഡിസ്ഗ്രാഫിന്റെ കൂടി ഒരു ഭാഗം തന്നെയാണെങ്കിലും ഇതിന് വേറെ പേര് തന്നെ ഉണ്ട്, ഡിസ്ഓർത്തോഗ്രഫി. ഇനി പറയുന്നത് പഠന വൈകല്യം അല്ലെങ്കിലും അതിനോട് കണക്ട് ചെയ്ത് വരാവുന്ന ചില വൈകല്യങ്ങളാണ്. അത് ADHD ഒക്കെ ചോദിക്കുന്നതായതുകൊണ്ട് ഞാൻ പറയാന്നേ ഉള്ളൂ. ഞാൻ 2012 മുതൽ 2025 വരെ എല്ലാ കേട്ടറ്റിന്റെയും കൃത്യമായി ചോദ്യപേപ്പർ അനലൈസ് ചെയ്തുകൊണ്ട് ആ ഏരിയ എല്ലാം ഉൾപ്പെടുത്തിയതാണ്. ADHD എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഇത് പഠന വൈകല്യമല്ല, അതുമായി കണക്ട് ചെയ്ത വൈകല്യമാണ് ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നാണ് അതിന്റെ ഫുള്ള്. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. അശ്രദ്ധ, അമിത ചഞ്ചലത. ഒരു കാര്യത്തിൽ അധിക നേരം ശ്രദ്ധിക്കാൻ കഴിയില്ല, അടങ്ങിയിരിക്കാൻ കഴിയില്ല, എപ്പോഴും ഓടി നടക്കും. ഇതാണ് ADHD. ഒരു കാര്യത്തിൽ അധിക സമയം ശ്രദ്ധ കൊടുക്കാൻ കഴിയില്ല, മാത്രമല്ല നമുക്ക് എപ്പോഴും നമുക്കൊരു പ്രശ്നം ഉണ്ടാവുന്നത് വെച്ചാല് അടങ്ങിയിരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. അതാണ് ADHD. ഓക്കെ, സമയം 10 മണിയായി. തൽക്കാലം ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ മൊഡ്യൂള് കാര്യമായിട്ട് ഇനി നമുക്ക് ഇതില്ല, ഒരു സർഗാത്മകതയും കൂടെ ഉള്ളൂ. നമുക്ക് അടുത്ത മൊഡ്യൂളിൽ കൂട്ടിയെടുക്കാം. ഇതുവരെ ക്ലാസ്സിൽ ഇരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ.